ബിസിനസ് തുടങ്ങുന്നത് എല്ലാവരും പൈസ ഉണ്ടാക്കാനാണ്. പക്ഷേ എൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് പൈസ ഓൾറെഡി എൻ്റെ ഭർത്താവ് ഉണ്ടാകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കത് പ്രയോറിറ്റി ആയിരുന്നില്ല. അണ്ടർ ഗാർമെന്റ് ബ്രാൻഡ് എന്നുള്ളതിൻ്റെ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ട്രെൻഡി ആയിരിക്കും. ആ ഒരു ക്ലിക്ക് പോയിന്റ് അവിടെ നിന്ന് കിട്ടിയത്. അന്നത്തെ മാഗസിൻസ് ആണെങ്കിലും TV ആണെങ്കിലും ന്യൂസ് പേപ്പർ ആണെങ്കിലും ഒന്നും ആഡുകൾ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇന്ത്യൻ മോഡൽസിനെ ഞങ്ങൾ അധികം എടുക്കാറില്ല. കാരണം പുറത്തൊക്കെ കാണുന്ന പോലെ അവർ ബിക്കിനിട്ട് ബീച്ചിൽ അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന നല്ല ഫ്രീ ആയിട്ട് ഇന്ത്യൻ മോഡൽസിന് അങ്ങനെ ആ ബോഡി ലാംഗ്വേജ് കിട്ടില്ല. പിന്നെ ഹോർഡിങ്ങിലൊക്കെ ആണെങ്കിൽ അധികം റിവീലിംഗ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടാർ ഒഴിക്കുകയും കരി ഓയിൽ ഒഴിക്കലും കീറലും അങ്ങനത്തെ പണിയൊക്കെ ഉണ്ട്. കിട്ടിയിട്ടുണ്ടോ? ഓ യെസ്. ഈവൻ ട്രാഫിക് പോലീസുകാരെ വിളിക്കും. ഇതോടെ വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക് ആക്സിഡന്റ് ഉണ്ടാകുന്നുണ്ട്. എത്ര ഹോർഡിങ് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഒരു സ്ത്രീ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇന്നർവെയർ ബ്രാൻഡ് തുടങ്ങുന്നു. കേരളത്തിന്റെ ഏറ്റവും വലിയ ബിസിനസ്സുകാരിൽ ഒരാളും വി ഗാർഡിന്റെ ഫൗണ്ടറുമായ കൊച്ചൗസേപ്പ് ചിറ്റലപ്പള്ളിയുടെ ഭാര്യയായിരുന്നിട്ട് കൂടി ആ സ്ത്രീയെ തേടി പല പ്രതിസന്ധികൾ എത്തുന്നു. ഈ പോഡ്കാസ്റ്റ് ഷീല കൊച്ചൗസേപ്പിന്റെ കഥയാണ്. അവർ ഉയർത്തിയ അണ്ടർ ഗാർമെന്റ് ബ്രാൻഡിന്റെ കഥയാണ്. വി ഗാർഡ് അല്ലെങ്കിൽ വിഗാലാൻഡ് എന്നുള്ളൊരു ബ്രാൻഡ് കൊണ്ട് വി സ്റ്റാറിന് കയറി വരാൻ പറ്റിയ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്? വണ്ടർലേ പോയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ അവിടെ പൈസ കൊടുക്കണം. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞത്. ബിസിനസ് ഈസ് ബിസിനസ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അത് ഇന്നർവെയർ ബ്രാൻഡുകളൊക്കെ ഓൺഡ് ബൈ മെൻ. അവർക്ക് പക്ഷെ എന്താ അറിയാൻ പ്രായം കുറിച്ചിട്ട്. ആൻഡ് ഐ എം എ വുമൺ, ഐ എം വെയറിങ് ഇറ്റ് എവറി ഡേ. ആ എഡ്ജ് എനിക്ക് കിട്ടി. ആൻഡ് ദാറ്റ്സ് വാട്ട് ഹെൽപ്പ് മീ. വി സ്റ്റാർ എന്ന് പറയുന്ന ബ്രാൻഡിനും ഒരു അബ്രിവേഷൻ ഉണ്ടാവും. വാട്ട് ഇസ് വി ആൻഡ് വാട്ട് ഇസ് സ്റ്റാർ? അപ്പോൾ വി ഗാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് ഗാർഡാണ്. അപ്പോൾ വി സ്റ്റാർ എന്ന് പറഞ്ഞാലും വോൾട്ടേജ് സ്റ്റാർ ആയിരിക്കണം. ജോക്കിക്കും പ്യൂമയ്ക്കും ഇല്ലാത്ത എന്താണ് വി സ്റ്റാർ കേരളത്തിൽ കൊടുക്കുന്നത്? ഇന്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞാലും ആ ബ്രാൻഡുകളൊക്കെ എല്ലാം A to Z ഉണ്ടാക്കുന്ന മുഴുവൻ ഇന്ത്യയിൽ തന്നെയാണ്. അങ്ങനെ ഒരു പേരങ്ങ് ഇട്ടുന്നേ ഉള്ളൂ. കേരളം ബിസിനസ് ചെയ്യാൻ സേഫ് ആണ്? ആസ് എ ചാനൽ പീപ്പിൾ യു വിൽ ബി നോയിങ് ബെറ്റർ ദാൻ മീ. തുടങ്ങിയിട്ടുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളതും ഇവിടുന്ന് ഓടിച്ചിട്ടുള്ളതും. പൈസയ്ക്ക് ബന്ധങ്ങളെ തകർക്കാൻ പറ്റും? തീർച്ചയായിട്ടും. ഇത്രയും വലിയൊരു ബിസിനസ് ബ്രാൻഡ് മാം കെട്ടിപ്പടുക്കുമ്പോൾ എന്തെങ്കിലും മാമിന് ലൈഫിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, എനിക്കെല്ലാം കിട്ടിയിട്ടേ ഉള്ളൂ. കൂടുതൽ ഞാൻ പണ്ട് വെറും ഒരു വീട്ടമ്മയായിരുന്നു. ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ആളാണ്. സ്പീക്കിംഗ് ഇംഗ്ലീഷ് എനിക്കധികം അറിയില്ല. കോളേജിൽ എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചു. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ പ്രസംഗിച്ചു. അപ്പോൾ അതിൽ ഗ്രാമറും ഇല്ല, ആക്സൻറ്റും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനേക്കാളും അതായിട്ട് എനിക്ക് പ്രസംഗിക്കാമല്ലോ. അന്ന് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷിൽ തകർത്ത് പ്രസംഗിച്ചു. ഹായ് ഗൈസ്, വെൽക്കം ടു പിങ്ക്. പിങ്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഒരു പ്രീമിയം എപ്പിസോഡായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഏതെങ്കിലും ഒരാളെ നമ്മളൊരു ഇൻസ്പിറേഷണൽ പേഴ്സണായിട്ട് കാണും, ഭയങ്കര മോട്ടിവേഷണൽ പേഴ്സണായിട്ട് കാണും. അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്ക് ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടുകയാണെങ്കിൽ നമ്മൾ മാക്സിമം അതൊരു ക്വാളിറ്റി ടോക്കായിട്ടായിരിക്കും കൊണ്ടുപോകാൻ നോക്കുക. സോ പിങ്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡും അതേപോലൊരു ക്വാളിറ്റി ടോക്കായിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ്, ഷീ ഈസ് എ ബിസിനസ് വിമൻ, ഷീ ഈസ് എ ബ്രാൻഡ് ക്രിയേറ്റർ, ഷീ ഈസ് എ ഹോം മേക്കർ ആൻഡ് ഷീ ഈസ് എ ബില്യനിയർ. യെസ്, ഷീല കൊച്ചൗസേപ്പ് ചിറ്റലപ്പള്ളി. ഹായ്, വെൽക്കം ടു ദി ഷോ. How are you? I'm good. നമ്മൾ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് മാമിന് ഈ ഒരു പോഡ്കാസ്റ്റിൽ കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളത്. ആൻഡ് യെസ്, ഫൈനലി വി ഡിഡ് ഇറ്റ്. ഇപ്പം മാം പൊതുവെ ഇപ്പം നമ്മൾ ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതും ഇതൊക്കെ ആയിരിക്കും ആക്ച്വലി ഇന്നത്തെ എൻ്റെ ഒരു ടോക്കിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് ആഗ്രഹം. ബിക്കോസ് ഇപ്പം മാമിൻ്റെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ ഒരു പ്രൊഫഷണൽ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. സോ ഇപ്പം ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇത് വേണ്ട എന്ന് വെച്ച് മാറ്റി വെച്ച കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബിക്കോസ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് എനിക്ക്. സോ സ്റ്റാർട്ടിങ് വിത്ത്, ഇപ്പം മാം ഒരു സ്ഥലത്ത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് ബിസിനസ് വിമൺ എന്നതിന് ഉപരി എന്താ പറയുക, ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ഇരിക്കുക, ഇതൊക്കെയാണ് എന്നെ എന്താ പറയുക എൻകറേജ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ശരിക്കും അപ്പം എൻ്റെ ഒരു ചോദ്യമാണ് കേട്ടോ, ശരിക്കും ഒരു ബിസിനസ് പേഴ്സൺ ആവാൻ എന്തൊക്കെയാണ് ആവശ്യം? അതിൽ മണി എന്ന് പറയുന്ന ഈസ് മണി എ വിഷൻ?
ബിസിനസ് തുടങ്ങുന്നത് എല്ലാവരും പൈസ ഉണ്ടാക്കാനാണ്. പക്ഷേ എൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് പൈസ ഓൾറെഡി എൻ്റെ ഭർത്താവ് ഉണ്ടാകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കത് പ്രയോറിറ്റി ആയിരുന്നില്ല. എൻ്റെ ഐ ഹാഡ് എ കംഫർട്ടബിൾ ലൈഫ്, വെഹിക്കിൾ ഉണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ സാധാരണ ഒരു യങ് മാൻ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അവന് പൈസ ഉണ്ടാക്കണം, അവനെ കഴിഞ്ഞ് കല്യാണം കഴിക്കണം, അവന് വീട് പുലർത്തണം, അങ്ങനെയുള്ള പല അതൊരു നെസസിറ്റിയാണ്. എനിക്ക് ആ നെസസിറ്റി എൻ്റെ പ്രയോറിറ്റി അന്നായിരുന്നില്ല. പക്ഷേ ഐ ബിലീവ്ഡ് ഐ ഹാഡ് സം ടാലൻറ്റ്സ് ആൻഡ് സ്കിൽസ്. അപ്പോൾ അതെനിക്ക് ഡെവലപ്പ് ചെയ്യണം. ഓൾസോ എനിക്ക് ജീവിതത്തിൽ 1 മണിക്കൂർ പോലും ക്രിയേറ്റീവ് അല്ലാതെ വെറുതെ ഇരുന്ന് ഇങ്ങനെ മടി പിടിച്ചിരുന്ന് വേസ്റ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. എവറി അവർ എനിക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നത് ഭയങ്കര പാഷനാണ്. അതാണ് എന്നെ ശരിക്കും പറഞ്ഞ ഒരു ബിസിനസ്സിലേക്ക് എത്തിച്ചത്. ഇപ്പം അത് ഞാനൊരു സബ് ക്വസ്റ്റനായിട്ട് ചോദിച്ചപ്പോൾ മണി ഒരു വിഷനാണോ എന്നുള്ളതാണ്. അപ്പം മാം എന്നെ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു വിഷൻ ആദ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം പലരും ഈ മണി ചേസ് ചെയ്ത് പിന്നാലെ ഓടിപ്പോകുന്ന ഒരു അവസ്ഥയിൽ കണ്ടിട്ടുണ്ട്. ബിസിനസ്സുകാരെന്ന് വെച്ചാൽ അങ്ങനെയാണ്, അതിൻ്റെ ഒരു ഡെറിവേറ്റീവ് അങ്ങനെയാണ് പറയുക. അതിനൊരു പ്രശ്നമുണ്ടോ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പൈസ ഉണ്ടാക്കാതെ നമുക്ക് ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. പൈസ വേണം, പൈസയ്ക്ക് പൈസ തന്നെ വേണം. ഞാനിതൊക്കെ പങ്കച്ചം പറഞ്ഞാലും പൈസ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടല്ലേ ഞാൻ പൈസ പ്രയോറിറ്റി അല്ല എന്ന് പറഞ്ഞത്. അതില്ലായിരുന്നെങ്കിൽ എൻ്റെ പ്രയോറിറ്റി പൈസയാവുമായിരുന്നു. ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദാറ്റ് എത്ര പൈസ ഉണ്ടെങ്കിലും എൻ്റെ ബിസിനസ്സിൽ നിന്ന് പൈസ ഉണ്ടായാലാണ് എനിക്ക് എൻ്റെ ബിസിനസ് വളരുള്ളൂ. പൈസയാണല്ലോ വളർച്ച. പ്രോഫിറ്റബിലിറ്റി വേണം, ടേൺ ഓവർ കൂടിക്കൊണ്ടിരിക്കണം. ആസ് എ ബ്രാൻഡ് വളരുക എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് മണി ഓൺലി അൾട്ടിമേറ്റ്ലി. അപ്പോൾ മണി ഈസ് ഇമ്പോർട്ടൻറ്റ്. യു ആർ വെരി ഓണസ്റ്റ്. എനിക്ക് തോന്നുന്നു മാമിൻ്റെ ആ ഒരു ക്യാരക്ടർ തന്നെയാണ് കൂടുതലും ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്നത് മാമിൻ്റെ. എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ എനിക്കറിയില്ല. ഇപ്പം ഓൾസോ യു ഡെവലപ്പ് ലോട്ട് ഓഫ് സ്കിൽസ് എന്നുള്ളൊരു കാര്യം മാം എന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ സ്കിൽ ഓറിയൻറ്റഡ് ആയിരിക്കണം, സ്കില്ല് ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കണം, ഓരോ കാര്യത്തിലും ഞാൻ എൻ്റെ സ്കില്ല് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിൽ. അപ്പം ഇപ്പോൾ ഒരു ബിസിനസ് വുമൺ ആയതിനു ശേഷം എന്തൊക്കെ സ്കില്ലുകളാണ് മാം ഡെവലപ്പ് ചെയ്തത്? അതുപോലെ തന്നെ ഫിയർ ഉണ്ടാവുമല്ലോ, പേടി ഉണ്ടാവുമല്ലോ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ, ആ പേടി എന്തായിരുന്നു? എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയില്ല. എനിക്ക് പേടിയില്ല. എവിടെ തന്നെ പോകണോ, എവിടെ കയറി ആരോട് സംസാരിക്കണോ, അല്ലെങ്കിൽ ഒരു പുതിയ ഇപ്പം ഇന്നർവെയർ ബിസിനസ്സിലേക്ക് ഞാൻ ഇറങ്ങിയത് എൻ്റെ ഹസ്ബൻഡിനോട് പോലും പറയാതെയാണ്. കാരണം ഞാൻ വിചാരിച്ചു ഒരു പ്രോഡക്റ്റ് അല്ല, അത് കൂട്ടുന്നതിന് ഇത്ര വലിയ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാനതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങ് തുടങ്ങുക ചെയ്തേ. എനിക്ക് പേടി കുറവാണ്. പേടിയില്ല എന്ന് മാത്രമല്ല, എന്ത് കാര്യവും ഇമ്പോസിബിൾ എന്ന് പറയണത് എൻ്റെ ഡിക്ഷണറിയിലില്ല. ഒന്നും ഞാൻ വിടില്ല. എന്ത് ഞാനൊരു കൈ നോക്കിയിരിക്കും. അത് ഞാൻ ഇപ്പോൾ വീട്ടിലെ ഒരു പൂട്ട് അത് ചീത്തയായെന്ന് വിചാരിക്കാം, ഞാൻ തന്നെ അത് ഹാമർ എടുത്ത് അടിച്ച് പൊട്ടിച്ച് തുറക്കും. അല്ലെങ്കിൽ അങ്ങനെ അതിനു വേണ്ടി വേറൊരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, അങ്ങനെ ഇല്ല. എന്താണെന്ന് എനിക്കറിയില്ല. മേ ബി ഐ എം മെയ്ഡ് ലൈക്ക് ദാറ്റ്. പേടിയില്ല എനിക്ക്. എല്ലാവരും എന്നെ പേടിപ്പിക്കും പലതും പറഞ്ഞിട്ട്, പക്ഷെ എനിക്ക് പേടിയാവില്ല. പേടി എനിക്ക് രോഗം പേടിയാ. കാരണം ഇറ്റ്സ് നോട്ട് ഇൻ മൈ കൺട്രോൾ. അതുകൊണ്ട് രോഗം വരുമ്പോൾ ഞാൻ കോഷ്യസ് ആണ്. എനിക്ക് ഐ ആം വറീഡ് ഓൾസോ. എന്തായിട്ട് എനിക്കങ്ങനെ പേടി കുറവാണ്. പാമ്പിനെ പേടിയാണ്, സിംഹത്തിനെ പേടിയാണ്, അതൊക്കെ കാട്ടിൽ പോകുമ്പോൾ അങ്ങനെയൊക്കെ പേടിയാണ്. അതല്ലാതെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ എന്ത് വന്നാലും നേരിടാം എന്ന് തന്നെയാണ് എനിക്ക്. ഈ പേടിയില്ലായ്മയാണോ ശരിക്ക് ഒരു ബിസിനസ് വിമൺ എന്നുള്ള നിലയ്ക്ക് സക്സസ്ഫുൾ ആവാനുള്ള ഒരു മന്ത്രമായിട്ട് കൊണ്ടിടുന്നത്? അതൊരു ഫാക്ടറാണ്. പേടി പാടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞപ്പോഴേക്കും പേടിച്ചു. സാധനങ്ങൾ ഇറക്കി, അപ്പോൾ അട്ടിമറിക്കാർ വന്ന് പേടിപ്പിച്ചു, അപ്പോൾ ഒന്ന് പേടിച്ചു. ആരെങ്കിലും കൈ വെട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പേടിച്ചു. അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം പറഞ്ഞാൽ എന്തെങ്കിലും അതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു, അപ്പോൾ അഭിപ്രായം പറയാതിരുന്നു.
ഞാനങ്ങനെ പേടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ ഞാൻ ചിലപ്പോൾ രാഷ്ട്രീയക്കാരെയും ഒക്കെ ഞാനിങ്ങനെ പറയാറുണ്ട്. രാഷ്ട്രീയക്കാർ ഏത് പാർട്ടിയിൽ നിന്ന് നോക്കിയിട്ടല്ല, നമുക്കൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന എന്താ പറയുക, ആവശ്യമില്ലാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തുറന്ന് പറയാനായിട്ട് എനിക്ക് പേടിയൊന്നുമില്ല. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്താ അങ്ങനെയൊക്കെ പറയണം, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാലെന്താ, ഞാൻ സത്യമല്ലേ പറയുന്നത്, എനിക്ക് നുണ പറയുമ്പോഴല്ലേ നമ്മൾ പേടിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ സത്യം പറയാൻ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ കുറേ ധൈര്യം കൂടുതൽ പഠിച്ചത്. ആ മനുഷ്യന് പേടിയെന്ന് പറയണില്ല. അപ്പോൾ അത് കണ്ട് കുറച്ച് പഠിച്ചു. കേരളം ബിസിനസ് ചെയ്യാൻ സേഫാണോ? ആസ് എ ചാനൽ പീപ്പിൾ യു വിൽ ബി നോയിങ് ബെറ്റർ ദാൻ മീ. തുടങ്ങിയിട്ടുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളതും ഇവിടുന്ന് ഓടിച്ചിട്ടുള്ളതും. അപ്പോൾ ആരെങ്കിലും നാടൊക്കെ നന്നാക്കാൻ വന്നാൽ അതൊന്നും ആർക്കും ഇഷ്ടമല്ല എന്നുള്ളത് നമ്മൾ കാണുന്നതല്ലേ. ആരുടെയും പ്രയോറിറ്റി നാട് നന്നാക്കുക എന്നുള്ളതല്ല. എല്ലാവർക്കും അവർക്ക് പൈസ ഉണ്ടാക്കണം. കാര്യം ജനസേവകരാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു സേവനമൊന്നും കാണുന്നില്ല. ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അപൂർവം ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഒരു മെയിൻ സ്ട്രീം നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും വെൽത്ത് എക്വയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പവർ. ത്രൂ പവർ എക്വയർ മണി. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ സേവിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും എനിക്ക് MLA ആവണം MP ആവണം എന്നൊക്കെ പറയുന്നത്. എനിക്കറിയില്ല. പക്ഷേ നമ്മളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇപ്പം ഓക്കെ, ഞാൻ കണ്ടസ്റ്റ് ചെയ്തിട്ട് ഞാനൊരു MLA ആയി, ഞാൻ നാട് നന്നാക്കുന്നില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്യുന്നവരെ എനിക്ക് കുറ്റം പറയാനും പറ്റില്ല അല്ലേ. അപ്പം എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഷീല മാമിൻ്റെ അടുത്ത് പൈസ ഉണ്ട്, അഫ്കോഴ്സ്. പവർ എന്നുള്ളൊരു കാര്യം പറയുമ്പം വാട്ട് ഈസ് പവർ ഷീല മാമിനെ സംബന്ധിച്ച്? പവർ എന്ന് പറയുമ്പോൾ എനിക്ക് പവർ എന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രീഡം. അതല്ലാതെ ബാക്കിയുള്ളവരെ അടക്കി ഭരിക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് അവരെ ഡോമിനേറ്റ് ചെയ്യാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല, ഞാൻ ശ്രമിക്കാറുമില്ല. എനിക്ക് എൻ്റേതായ ലോകം, അങ്ങനെ ഞാൻ ജീവിക്കുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ പൈസ ഒരുപാടുണ്ടാക്കുന്നവർക്ക് പവർ ചിലർക്കൊരു ലഹരി ആവാറുണ്ട്. അങ്ങനെയുള്ളവരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്കങ്ങനെയില്ല. സോ പവർ ഇസ് യുവർ ഫ്രീഡം അല്ലേ? ഫ്രീഡമാണ് പവർ എന്ന് പറയുന്നത്. ഫ്രീഡം, എന്തും ചെയ്യാനുള്ള ഒരു ഇത്. അതല്ലാതെ ബാക്കിയുള്ളവരെ ഡോമിനേറ്റ് ചെയ്ത് അവരെ ഭരിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അതാണ് ശരിക്കും പവർ. പക്ഷേ എനിക്കതില്ല എന്ന് മാത്രം. ഇപ്പം ഒരുപാട് ഇപ്പോൾ ലൈഫിൽ ആദ്യം കല്യാണം കഴിച്ചൊരു സ്ഥലത്തേക്ക് ചെല്ലുന്നു, ഇപ്പം ഒരുപാട് ബിസിനസ് ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു, പൈസ കയ്യിലേക്ക് വരുന്നു. സോ ഒബ്വിയസ്ലി ലൈഫിൽ പൈസ എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ടാവും. പൈസ ഉണ്ടെങ്കിൽ പൈസ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ടാവും. വാട്ട് ഹാസ് മണി തോട്ട് യു? ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ പൈസയ്ക്ക് അങ്ങനെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന വീടല്ല. അപ്പം എന്നോട് വീട്ടിൽ വന്ന് ചോദിക്കും, എത്ര വേലക്കാരുണ്ടെന്നൊക്കെ ചോദിക്കും, എത്ര ജോലിക്കാരുണ്ടെന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും എനിക്ക് ഉണ്ട്, പക്ഷെ അവരൊക്കെ വന്ന് എൻ്റെ 2 മെയ്ഡും 3 മണിയാകുമ്പോൾ പോകും. പിന്നെ എനിക്ക് വീട്ടിൽ ജോലിക്കാരില്ല. പിന്നെ എൻ്റെ കാപ്പി ഞാനാണ് ഉണ്ടാക്കുന്നത്, എൻ്റെ രാത്രി ഡിന്നർ ഞാനാണ് ചൂടാക്കുന്നത്, സാലഡ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവയ്ക്കുന്നത് ഞാനാണ്, മേശ തുടയ്ക്കുന്നത് ഞാനാണ്, പാത്രം കൊണ്ടുവയ്ക്കുന്നത് ഞാനാണ്. അപ്പോൾ ഞാൻ ബിസിനസ് വുമൺ ആണെങ്കിലും വീട്ടിൽ ഞങ്ങൾ വളരെ സിമ്പിൾ ലൈഫാണ്. അത് ഇപ്പം എൻ്റെ ഹസ്ബൻഡ് സിമ്പിൾ ലൈഫാണ്, അതുകൊണ്ട് ഞാനങ്ങനെ ആവണമെന്നില്ല. ബട്ട് ഞാനും എൻജോയ് ചെയ്യുന്നൊരു കാര്യം അതാണ്. വീട് നിറച്ച് 5-6 ജോലിക്കാരും ഇങ്ങനെ, എനിക്ക് അങ്ങനത്തെ ലൈഫ് എനിക്കിഷ്ടമല്ല. എനിക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമാണ്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് കീപ് മീ ഗോയിങ്. ലൈക്ക് യുനോ ആൻ ആക്റ്റീവ് ലൈഫ് എനിക്ക് തരുന്നത് അതൊക്കെ തന്നെയാണ്, ജോലി ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ളൊരു ഫേസിലേക്ക് വരുമ്പം കൂടുതലും സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഭയക്കുന്ന ഒരു ഏരിയയും കൂടെ ആയിരിക്കും ഈ ഒരു ഓൺട്രപ്രണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്ന ഒരു കാര്യം. പൊതുവേ അത് ആൺപിള്ളേർ അല്ലെങ്കിൽ ആണുങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത് കാണുന്നുണ്ടാവുക. എന്തുകൊണ്ടായിരിക്കും സൊസൈറ്റി അത്തരത്തിലൊരു സ്വഭാവം കാണിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? ഇതിപ്പം എൻ്റെ കാലഘട്ടത്തിലൊക്കെ പറയുകയാണെങ്കിൽ ശരിയാണ്. ആ കാലത്തൊന്നും ഒരു കംഫർട്ടബിൾ ലൈഫ് ഉണ്ടെങ്കിൽ ആരും ബിസിനസ്സിലേക്ക് ഇറങ്ങില്ല. എൻ്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇറങ്ങില്ല. കാരണം ആ പൈസയുണ്ട്, പിന്നെ എന്തിനാണ് ഞാൻ കഷ്ടപ്പെടുന്നത്.
അപ്പോൾ എന്നെ ഗൈഡ് ചെയ്ത് വേറെ എന്തെങ്കിലും കാരണങ്ങളായിരിക്കും. ആ കാലത്ത് വളരെ കുറവ് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ വളരെയധികം മാറിയിട്ടുണ്ട്. അത് പലരും കേരളത്തിൽ എവിടെയാണ് ഒരു ജോലിയുള്ളത്, ഒരു ഡീസൻറ്റ് ജോബുണ്ടോ? വളരെ കുറവല്ലേ. ഒന്നുകിൽ പുറത്ത് പോകണം, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ പോകണം, ഔട്ട്സൈഡ് സ്റ്റേറ്റ് പോകണം. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ പെൺകുട്ടികളും ബിസിനസ് രംഗത്തേക്ക് വരുന്നുണ്ട് ഇപ്പോൾ. പഴയ കാലത്തെ പോലെയൊന്നുമല്ല, ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ ഫൗണ്ടറായിട്ട് ഒരു വുമൺ ഓൺടർപ്രണേഴ്സ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് വെൻ എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. WEN വെൻ. അപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 8 കൊല്ലമൊക്കെ ആയി കാണും. അപ്പോൾ അത് തുടങ്ങിയപ്പോഴാണ്, അത് വെറുതെ തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെറുതെ ഒരു വാട്സപ്പ് ഗ്രൂപ്പായിട്ട് തുടങ്ങിയതാണ്. ഞങ്ങൾ 2 ഫ്രണ്ട്സ്, ഞാനും എൻ്റെ ഫ്രണ്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അറിയുന്ന ഓൺടർപ്രണേഴ്സിനെ ഇതിൽ ആഡ് ചെയ്യുക. അങ്ങനെ ജസ്റ്റ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷെ അതങ്ങ് വളർന്നിട്ട് ഒരു 3-4 മാസം കൊണ്ട് 70 പേരായി. അപ്പം തന്നെ ഞങ്ങൾ ഞെട്ടി. അപ്പോൾ അയ്യോ ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യും, ഇവരെ എന്തെങ്കിലും ചെയ്യണ്ടേ, ഇവരിങ്ങനെ നമ്മുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ എങ്ങോട്ടാണ് നിങ്ങൾ കൊണ്ടുപോകണമെന്ന് ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മളെ നോക്കുന്നത്. അപ്പോൾ ഞാനോർത്ത് ഇതൊക്കെ വളരെ നല്ലൊരു കാര്യം, നമുക്ക് ഇത്രയും പേരെ നർച്ചർ ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്ത് വളർത്താനും ഒക്കെ പറ്റുകയാണെങ്കിൽ വലിയൊരു കാര്യമാണ്. ഞാൻ പല ഓർഗനൈസേഷനുകളിൽ ഉണ്ടായിരുന്നെങ്കിലും അവിടെയൊക്കെ മെൻ ഓറിയൻറ്റഡ് ആണ്. ദേ സ്റ്റാർട്ടഡ് ഇറ്റ്, ദേ വിൽ ബി ദ ഓഫീസ് ബേയേഴ്സ്. അപ്പോൾ നമുക്ക് ഗസ്റ്റായിട്ട് പോയിട്ടൊരു ചായ കുടിച്ച് വരാമെന്നല്ലാണ്ട് നമുക്ക് അവിടെ വലിയ സേ ഇല്ല, നമുക്ക് നത്തിങ് ടു ഡു ഓൾസോ. അങ്ങനെയാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചത്. പക്ഷെ അത് ഭയങ്കര ഒരു സക്സസ്സായി. ഇപ്പോൾ ഞങ്ങൾക്ക് 5 ചാപ്റ്റേഴ്സ് ഉണ്ട് വെന്നിന്. ആൻഡ് ഓൾസോ നിയർലി 1000 മെമ്പേഴ്സ് ഉണ്ട്. കൊച്ചിയിൽ മാത്രം 350 മെമ്പേഴ്സ് ഉണ്ട് ഓൺടർപ്രണേഴ്സ്. അപ്പോൾ അത്രയും പേര് അതിലുണ്ട്. അതിലില്ലാത്ത ഒരു 1000 അല്ല, ഒരു 5000 ഓൺടർപ്രണേഴ്സ് വേറെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ലേഡീസ് ഓൺടർപ്രണേഴ്സ് കുറവല്ല എന്നാണ് ഞാൻ പറയുന്നത്. യെസ്, ആ ഒരു പെർസ്പെക്റ്റീവ്. ദ പോപ്പുലേഷൻ ഈസ് ഗ്രോയിങ് ലൈക്ക് എനിത്തിങ്. ഇപ്പം നമ്മൾ സാധാ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മേ ബി ഇറ്റ് വിൽ ബി ഈസി ചിലപ്പോൾ കേട്ടോ, ഒരു തിങ്കിങ്ങിലേക്ക് അല്ലെങ്കിൽ ഒരു കാര്യം തുടങ്ങാൻ എളുപ്പമാണ്. ബട്ട് ബിക്കമിങ് എ ബ്രാൻഡ്, അതാണ്. ഇപ്പം നമ്മൾ ഇപ്പം മറൈൻ ഡ്രൈവിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സൂചിപ്പിന് വിൽക്കുന്ന ആൾ പോലും ഒരു ബിസിനസ് മാൻ ആണ്. പക്ഷേ അതിനൊരു ബ്രാൻഡാക്കി മാറ്റുക എന്ന് പറയുന്നത് എന്തോ അതിലൊരു മണി മാത്രമല്ല അതിൻ്റെ ഒരു ഫാക്ടർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഒരു ബ്രാൻഡ് എങ്ങനെയാണ് ഒരു ബ്രാൻഡ് ആവുന്നത്, അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് V-Guard എന്ന് പറഞ്ഞൊരു സ്ട്രോങ് ബ്രാൻഡ് ഉണ്ടായിരുന്നു. ആൻഡ് ഐ ഹവ് സീൻ ഹൗ V-Guard ഗ്രൂ ഫ്രം സ്ക്രാച്ച്. V-Guard തുടങ്ങിയിട്ട് 6 months കഴിയുമ്പോഴാണ് എൻ്റെ കല്യാണം. അപ്പോൾ അന്നൊന്നുമില്ല, ചെറിയൊരു റൂം, 4 ജോലിക്കാർ, അങ്ങനത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ഹൗ ഹി ഗ്രൂ ലൈക്ക് ദാറ്റ് യുനോ. അപ്പോൾ എനിക്ക് തന്നെ അത് എൻ്റെ അത്ഭുതം കൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെയൊക്കെ ബിസിനസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതും എൻ്റെ കഴിവുകളൊക്കെ ബിസിനസ്സിലൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് കുറേ പാഠങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമേഴ്സ് എന്താ പറയുക, ഞാനത് വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രോഡക്റ്റ്, അവരുടെ ഒരു എന്താ പറയുക, ഒരു ആസ്പിറേഷണൽ ഒരു പ്രോഡക്റ്റ് ആവുക എന്നുള്ളതാണ് ഏറ്റവും ഒരു ബ്രാൻഡിൻ്റെ ഒരു ഏറ്റവും സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ. അപ്പോൾ അവിടെ പ്രോഡക്റ്റ് തന്നെയാണ് മെയിൻ കാര്യം. ആൻഡ് ഹൗ യു പ്രസൻറ്റ് ഇറ്റ്, ഹൗ യു യുനോ കൺവേ ചെയ്യുന്ന എങ്ങനെയാണ്, ഈ ബ്രാൻഡ് ഇതാണെന്ന് കൺവേ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ പ്രസൻറ്റേഷൻ, അതിൻ്റെ ആഡുകൾ, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ കസ്റ്റമറിനുണ്ടാകുന്ന കംഫർട്ട് ഫീൽ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഹൗ വി റെസ്പെക്റ്റ് ദ പ്രൊഡക്റ്റ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇന്നർ വെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഞാൻ തുടങ്ങുന്ന കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭയങ്കര മോശം ബിസിനസ് പോലെയാണ്. ഇത്രയും നല്ലൊരു മനുഷ്യൻ്റെ വൈഫ് എന്തിനാണ് ഇങ്ങനെ വൃത്തിയായിട്ടൊരു ബിസിനസ് ചെയ്യുന്നത്? അന്നൊക്കെ ഒരു ബ്രായുടെ പടക കാണുകയെന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ചീത്ത, ഞാൻ പോലും അങ്ങനെയാണ് നോക്കിക്കണ്ടിരുന്നത്. പക്ഷേ വൺസ് ഐ എൻറ്റേർഡ് ദ ബിസിനസ്, എനിക്ക് അങ്ങനെ ചിന്തയെ എൻ്റെ മനസ്സിൽ നിന്ന് പോയി. ഏറ്റവും നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കണം, പിന്നെ വിമന് ഏറ്റവും കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റിയത് എല്ലാ ശരീരപ്രകൃതിയുള്ളവർക്കും, നമ്മുടെ വെതറിൽ നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ചിട്ടുള്ള പ്രോഡക്ട്സ്, അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ വിമനെ പാമ്പർ ചെയ്യുന്ന പ്രോഡക്റ്റ്, അങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ വരുമല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞാനതിൻ്റെ പുറകെ അങ്ങനെ പോയി വന്നു ബ്രാൻഡ് അങ്ങ് വളർന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ വലിയൊരു ബ്രാൻഡ് ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി തിരിച്ച ഒരാളൊന്നും അല്ല സത്യം പറഞ്ഞാൽ. അതങ്ങനെ അങ്ങോട്ട് ഇറ്റ് ഹാപ്പൻഡ്. അതെ. അപ്പോൾ നമ്മൾ നമ്മുടെ കർമ്മ ചെയ്യുക, എവറിത്തിങ് വിൽ ഫോളോ എന്ന് പറഞ്ഞ പോലെ ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻഡ് ഇൻ മൈ ബിസിനസ് ലൈഫ്.
ഇപ്പം അപ്പോൾ വി സ്റ്റാർ എന്ന് പറയുന്ന ഒരു അണ്ടർ ഗാർമെൻറ്റ് ബ്രാൻഡാണ്. ഇപ്പം മാം നേരത്തെ അതെൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. മാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഇത് അണ്ടർ ഗാർമെൻറ്റ് ബ്രാൻഡ് എന്നുള്ളതിൻ്റെ ഒരു ഫോക്കസ് എന്തായിരുന്നു? അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങുമ്പോൾ ഓക്കെ ഇറ്റ് വിൽ വർക്ക്, ഇത് ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ട്രെൻഡി ആയിരിക്കും. ബിക്കോസ് ആ ആഡൊക്കെ ഭയങ്കര ട്രെൻഡി ആയിരുന്നു ആ സമയത്ത്. അങ്ങനെയാണ് എനിക്ക് മാർക്കറ്റ് പിടിച്ച്. യെസ് ആ ഒരു ക്ലിക്ക് പോയിന്റ് എവിടെ നിന്നാണ് കിട്ടിയത്? അതിന് മുമ്പ് നമ്മൾ ഇന്നോവെയർ ബ്രാൻഡുകൾ കേരളത്തിൽ നോക്കുമ്പോൾ ആഡുകളൊക്കെ ഒത്തിരി വൾഗറായിരുന്നു. മോഡലിൻ്റെ എക്സ്പ്രഷൻ ആയാലും, മോഡലിൻ്റെ ബോഡി ലാംഗ്വേജ് ആയാലും, മോഡലിൻ്റെ മെഷർമെൻറ്റ്സ് ആയാലും അതൊന്നും അത്ര ശ്രദ്ധിക്കാതെ ഒരു എന്താ പറയുക, ഒരു നോബിൾ വേലായിരുന്നില്ല നടന്നുകൊണ്ടിരുന്നത്. അത് കാണുമ്പോഴാണ് എല്ലാവർക്കും ഒരു അറപ്പും വെറുപ്പൊക്കെ വരാൻ കാരണം. അത് എനിക്ക് മനസ്സിലായി. അതിപ്പോൾ കോമൺ സെൻസുള്ള എല്ലാവർക്കും മനസ്സിലാവും. അത് മനസ്സിലാക്കിയിട്ട് ഞാൻ അതനുസരിച്ചിട്ടുള്ള എൻ്റെ ആഡുകളും കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തപ്പോൾ അതിൻ്റെ ആദ്യത്തിരി ഒബ്ജക്ഷനും എതിർപ്പുകളും കാര്യങ്ങളൊക്കെ പല വശത്തുനിന്നും ഉണ്ടായെങ്കിലും ഞാനത് പിന്മാറിയില്ല. കാരണം ഞാൻ ഒരുപാട് പുറത്തൊക്കെ ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഒരു ബിക്കിനി ഇട്ടിട്ട് തന്നെയാണ് നടക്കുന്നു, കിടക്കുന്നു, ഈ ബീച്ചിൽ നടക്കുന്നു. അപ്പോൾ പിന്നെ ആഡുകളാണെങ്കിലും ഭയങ്കര നല്ല നല്ല ആഡുകളാണ്, നല്ല ഭംഗിയുള്ള ആഡുകൾ. അപ്പോൾ അതെന്തുകൊണ്ട് അത് അഡാപ്റ്റ് ചെയ്തുകൂടാ, അങ്ങനെ ഞാൻ അത് ചെയ്യാൻ കാരണം. പക്ഷെ അങ്ങനെ ആഡുകൾ ചെയ്തപ്പോൾ ഈ പറയുന്ന പോലെ അന്നത്തെ മാഗസിൻസ് ആണെങ്കിലും ടി വി ആണെങ്കിലും ന്യൂസ് പേപ്പർ ആണെങ്കിലും ഒന്നും ആഡുകൾ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. സീരിയസ്ലി? തീർച്ചയായിട്ടും. ഇവിടുത്തെ ലീഡിങ് മാഗസിനൊന്നും എടുക്കില്ലായിരുന്നു. അന്ന് ആളുകൾ വരും, മനോരമ, വീക്കിലി അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത്, അല്ലാതെ മറ്റേ മെയിൻ മാഗസിനുകളിലൊന്നും വരില്ലായിരുന്നു. ആദ്യത്തെ 3-4 കൊല്ലം എനിക്ക് തന്നില്ലായിരുന്നു. സോ അപ്പം മാം ഈ ഒരു സ്റ്റാർട്ട് ചെയ്തുല്ലോ, ഓക്കെ, എന്തായാലും അതിലേക്ക് ഇറങ്ങി. മാം ഇതിൻ്റെയൊക്കെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ആദ്യം എടുക്കാൻ നോക്കുമ്പം അതിൻ്റെ ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന തൊട്ടിട്ട് അതിൻ്റെ ഷൂട്ട് ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മളൊന്ന് പഴയ ആ ടൈമിലേക്ക് ഒന്ന് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ആഡ് ഏജൻസി ഉണ്ടാവും, അവർ മോഡൽസിൻ്റെ പിക്ചർ കാണിക്കും. അപ്പോൾ ഞാനതൊക്കെ സ്ക്രൂട്ടനൈസ് ചെയ്യും. തീരെ ഈ ബ്രാഡ് എന്ന് പറയുമ്പോൾ തീരെ സ്കിന്നി ആയിട്ടുള്ള അവരിട്ടാലും ബ്രാഡ് ഭംഗി കാണില്ല. ഒരു ഫുൾ ഫിഗറുള്ള ആൾക്കേ പറ്റുള്ളൂ, അതിൻ്റെ ബ്യൂട്ടി കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബട്ട് മിനിമം ഇറ്റ് ഷുഡ് ബി മിനിമം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി അങ്ങനെ ഡീസൻ്റായിട്ട് ഒരു ഷൂട്ട്. ഞാൻ ആദ്യമൊക്കെ ആദ്യത്തെ ഷൂട്ടിന് ഞാനും പോകുമായിരുന്നു. ചെന്നൈയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും പോയി. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ മോഡൽസിനെ ഞങ്ങൾ അധികം എടുക്കാറില്ല. കാരണം പുറത്തൊക്കെ കാണുന്ന പോലെ അവർ ബിക്കിനിയിട്ട് ബീച്ചിൽ അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന നല്ല ഫ്രീ ആയിട്ട് ഇന്ത്യൻ മോഡൽസിന് അങ്ങനെ ആ ബോഡി ലാംഗ്വേജ് കിട്ടില്ല. കാരണം ഇവിടെ അത് ഭയങ്കര ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യും. അപ്പോൾ അങ്ങനെ അവരുടെ എക്സ്പ്രഷനൊക്കെ വേറെയാണ്, ബോഡി ലാംഗ്വേജൊക്കെ. അപ്പോൾ അതിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലേ അത് ഇത് വരുള്ളൂ, ആ ഒരു എന്താ പറയുക ആറ്റിറ്റ്യൂഡ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള മിക്കവാറും സൗത്ത് അമേരിക്കൻ അല്ലെങ്കിൽ റഷ്യൻ അങ്ങനെയുള്ള മോഡൽസൊക്കെയാണ് വരാറ്. ഇന്ത്യൻ മോഡൽസ് അധികം മുന്നോട്ട് വരാറുമില്ല, ഞാനധികം അങ്ങനെ എടുത്തിട്ടുമില്ല. പക്ഷേ ഇന്ത്യനാണെന്ന് തോന്നിക്കുന്ന ലൈക്ക് സൗത്ത് അമേരിക്കയൊക്കെ ബ്രസീലൊക്കെ ആണെങ്കിൽ നമ്മുടെ പോലെ തന്നെ സ്കിൻ ടോണും മുഖമൊക്കെ ഏതാണ്ടൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള മോഡൽസും തിരഞ്ഞെടുക്കും. പിന്നെ അധികം റിവീലിംഗ് അല്ലാത്ത പോലത്തെ ഷൂട്ട് ചെയ്യും. ആംഗിളാണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. പിന്നെ ഹോർഡിങ്ങിലൊക്കെ ആണെങ്കിൽ അധികം റിവീലിംഗ് ആയിട്ടുള്ള കൊടുത്തു കഴിഞ്ഞാൽ എസ്പെഷ്യലി നോർത്ത് കേരള എന്നൊക്കെ ഭയങ്കര ഒബ്ജക്ഷനാണ്. ടാർ ഒഴിക്കുകയും കരി ഓയിൽ ഒഴിക്കലും കീറലും അങ്ങനത്തെ പണിയൊക്കെ ഉണ്ട്. കിട്ടിയിട്ടുണ്ടോ? ഓ യെസ്. ഈവൻ ട്രാഫിക് പോലീസുകാരെ വിളിക്കും, ഇതോടെ വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക് ആക്സിഡൻറ്റ് ഇടാവുന്നതുകൊണ്ട് എത്ര ഹോർഡിങ് മാറ്റേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. അതൊക്കെ ഉണ്ട്. സീരിയസ്ലി? കാരണം അന്ന് അധികം പേര് വേറെ ഉണ്ടായിരുന്നില്ല. ഇപ്പം പിന്നെ എവിടെ നോക്കിയാലും അത് അപ്പോൾ കണ്ട ആളുകൾക്ക് ഇപ്പം അതിൻ്റെ ഒരു വിഷമം മാറി. ആദ്യം കാണുമ്പോഴല്ലേ ഷോക്കുള്ളൂ, ഇപ്പം എല്ലാവർക്കും അത് പരിചയമായി. അങ്ങനെ പരിചയിപ്പിക്കാൻ പറ്റി എനിക്ക്. എന്താണ് ഇപ്പം അത് കണ്ടുകൊണ്ടാണ് ഇവിടുത്തെ ആളുകളൊക്കെ ചീത്തയാവണത്. അത് കണ്ടിട്ട് എത്ര പുരുഷന്മാർ ചീത്തയായിട്ടുണ്ട്? ഇല്ല, വേറെ എത്രയോ ചീത്തയാവുന്ന വഴികൾ വേറെയുണ്ട്. ഡ്രഗ്സ് ആണെങ്കിലും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാണ്ട് വെറുതെ ഒരു ബ്രാ കണ്ടിട്ട് എത്ര പേര് ജീവിതം ചീത്തയായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ തെറ്റിദ്ധാരണകളല്ലേ. സോ ഫ്രം ദാറ്റ് തിങ്, അതായത് ഈ പറഞ്ഞ ടാർ ഒഴിക്കുന്നു അല്ലെങ്കിൽ ട്രാഫിക് പോലീസ് വിളിക്കുന്നു ഹൗഡിങ് മാറ്റണം എന്ന് പറഞ്ഞിട്ട്, ആ ഒരു
പോയിന്റിൽ നിന്ന് വി സ്റ്റാർ എന്ന് പറയുന്നത് ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ മാഗസീനുകൾ വരുന്ന ഒരു ബ്രാൻഡായിട്ടുള്ളൊരു ചേഞ്ച് വന്നു. അതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ ഇതൊന്നും കണക്കാക്കാണ്ടങ്ങ് കൊടുത്തു. പിന്നെയും റിപ്പീറ്റഡായിട്ട് ചെയ്തു. പിന്നെ കോമ്പറ്റീറ്റേഴ്സ് അതിൻ്റെ പുറകെ വന്നു, അവരും ചെയ്തു തുടങ്ങി. അപ്പം നോക്കുമ്പോൾ ഇപ്പം മാഗസിൻ നോക്കിക്കഴിഞ്ഞാൽ എവറി പേജസ് ഇന്നർവെയർ ആഡ്. ഹോർഡിങ് നമ്മൾ നോക്കിക്കോളൂ, വെൻ യു ഗോ ടു തൃശ്ശൂർ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകുമ്പോൾ നോക്കിക്കോളൂ, ഏറ്റവും കൂടുതൽ ഹോർഡിങ് ഇന്നർവെയർ. അപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല. അപ്പോൾ പിന്നെ അത് ആളുകൾ പരിചയിച്ചു. അത് കണ്ടതുകൊണ്ട് വലിയ ദോഷമൊന്നും വരില്ല എന്ന് ആളുകൾക്കും മനസ്സിലായി. അതല്ല പ്രശ്നം എന്ന് മനസ്സിലായി. മാം ആദ്യം സ്റ്റാർട്ട് ചെയ്തൊരു സൽവാർ ബ്രാൻഡിൽ നിന്ന് പിന്നെ ഒരു അണ്ടർ ഗാർമെൻറ്റ് ബ്രാൻഡിലേക്ക് മാറുന്നു. വി സ്റ്റാർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. സോ വി സ്റ്റാറിൻ്റെ പിന്നെയാണ് മാം ഈ പറഞ്ഞ പോലെ കുറേ ചാലഞ്ചസ് മാമിനെ ഫേസ് ചെയ്യേണ്ടി വന്നത്. ആൻഡ് ഓൾസോ ഞാൻ മാം പറയുന്ന കേട്ടിട്ടുണ്ട്, അതായത് ഒരു ഡീലറാണ് വന്നിട്ട് സൽവാർ ഇതിൻ്റെ ഈ ഗാർമെൻറ്റ് ബിസിനസ്സിലിരിക്കുമ്പോൾ പറഞ്ഞത് അണ്ടർ ഗാർമെൻറ്റ് ബിസിനസ് തുടങ്ങിക്കൂടെ, നല്ലതായിരിക്കും എന്ന് പറഞ്ഞത് ഒരു ഡീലറാണ്. അങ്ങനെയാണ് അതിലേക്ക് കടന്നതെന്നും പറയുന്നത്. സോ ദ ഹോൾ സ്റ്റോറി, വി സ്റ്റാറിൻ്റെ ബിഗിനിങ്, വി സ്റ്റാറിൻ്റെ ഒരു ക്രൈസിസ് വന്നിട്ടുള്ള മൊമെൻ്റ് ഉണ്ടാവും, അതിൽ നിന്ന് നമ്മൾ പിന്നീടും ഗ്രാഫ് ഉയർന്നൊരു മൊമെൻ്റ് ഉണ്ടാവും. ആ കംപ്ലീറ്റ് ജേർണി ഒന്ന് മാമിന് പറയാൻ പറ്റുമോ? ഞാൻ 1995 വി സ്റ്റാർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ സൽവാർ കമ്മീസ് തുടങ്ങുന്നത്. അന്ന് സൽവാർ കമ്മീസ് കേരളത്തിൽ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാം ബോംബെയിൽ നിന്നും സൂററ്റിൽ നിന്നുള്ള അധികം ഷൈനിങ് ചെയ്യുന്നതും ഭയങ്കര ബ്രൈറ്റ് കളേഴ്സും ഒക്കെ. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ കേരള കസവ്, കേരള സിമ്പിൾ കളേഴ്സ്, അല്ലെങ്കിൽ ഒരുപാട് തിളക്കമുള്ളത് നമ്മൾ ഇടാറില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം വാങ്ങിക്കാൻ കിട്ടാറില്ല. എല്ലാം ബോംബെ, അവരുടെ ടേസ്റ്റ് വേറെയാണ്. നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ബോംബെ ബോളിവുഡ് ഒരു സ്റ്റൈലാണ്. അപ്പം നമുക്ക് പറ്റിയ ഡ്രസ്സുകൾ വാങ്ങിക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ തയ്പ്പിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ തയ്പ്പിച്ചൊക്കെ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കും, ഇത് കൊള്ളാമല്ലോ, നന്നായിട്ടുണ്ടല്ലോ. അങ്ങനെ ഞാൻ തന്നെ എനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്യും. എൻ്റെ ബാക്കി ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ കസിൻസിനോ അല്ലെങ്കിൽ സിസ്റ്ററിനോ ഒക്കെ ഡിസൈൻ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിയപ്പോൾ ഇതാണ് ഇപ്പോൾ ചെയ്യാനുള്ള പ്രോഡക്റ്റ്. അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. തുടങ്ങിക്കഴിഞ്ഞ ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇന്നർവെയറിലേക്ക് കടക്കുന്നത്. അതുവരയ്ക്ക് സൽവാർ കമ്മീസ് തന്നെയായിരുന്നു. അപ്പോൾ ഇന്നർവെയറിലേക്ക് കടന്നു. അപ്പോൾ ആദ്യം ഇന്നർവെയർ ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ കൊടുത്തൊരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മെറ്റീരിയൽ, ഏറ്റവും നല്ല ഇലാസ്റ്റിക്, കോട്ടൺ എന്ന് പറഞ്ഞാൽ കോട്ടൺ ആയിരിക്കണം. അതിപ്പോൾ സൽവാർ കമ്മീസ് ആണെങ്കിലും കോട്ടൺ എന്ന് പറഞ്ഞാൽ കോട്ടൺ. പിന്നെ അതിൽ വേറെ, അപ്പോൾ ആ ഇടയ്ക്കൊക്കെ ഞാൻ വേറെ ബ്രാൻഡ് പാൻറ്റീസൊക്കെ വാങ്ങിക്കുമ്പോൾ കോട്ടൺ ഉണ്ടാവും, വെറുതെ കോട്ടൺ എഴുതും, 100% എഴുതില്ല. അപ്പോൾ നോക്കുമ്പോൾ അതിൽ പോളിസ്റ്റർ ഉണ്ട്. പിന്നെ 100% കോട്ടൺ എഴുതിയിട്ട് ഇടുമ്പോഴും അതിൽ പോളിസ്റ്റർ ഉണ്ട്, നമുക്കറിയാം. അപ്പോൾ അതൊക്കെ ഞാൻ വളരെ ട്രാൻസ്പാരൻ്റായിട്ട് കോട്ടൺ എന്ന് പറഞ്ഞാൽ കോട്ടൺ, 100% കോട്ടൺ. അപ്പോൾ അങ്ങനെ ആ ഒരു ട്രസ്റ്റ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അധികം പ്ലെയേഴ്സ് ഉണ്ടായിരുന്നില്ല. പിന്നെ അന്നത്തെ ഒരു പ്രിമിറ്റീവ് പ്രൊഡക്ട്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ 70s കോളേജിൽ പഠിക്കുമ്പോൾ ഉള്ള അതേ പ്രോഡക്ട്സാണ് 95 കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? അതേപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പണ്ടത്തെ മലയാള സിനിമകളിലൊക്കെ അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ, അത് ആ സാധനങ്ങൾ. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് മാറി, സൽവാർ കമ്മീസായി. അന്ന് പിന്നെ സാരിയേ ഉള്ളൂ. അപ്പോൾ അത് ഓക്കെയാണ്, സാരി മീതെ ഇടും. സൽവാർ കമ്മീസ് ഇട്ടിട്ട് ഇങ്ങനത്തെ ബ്രാ ഇടുന്നത് ഭയങ്കര വൃത്തികേടാണ്. ചിലർ ടീഷർട്ടൊക്കെ ഇടും അങ്ങനത്തെ ബ്രാ ഇട്ടിട്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് തന്നെ കാണുമ്പോൾ ഭയങ്കര അരോചകമായിരുന്നു, ഭയങ്കര വൃത്തികേടാണല്ലോ. അങ്ങനെ ഞാനൊരു റൗണ്ട് കപ്പും അങ്ങനത്തെ ഒരു കുറച്ചും കൂടി ഒരു ഫുൾ കവറേജ് ആയിരിക്കും, പക്ഷേ റൗണ്ട് കപ്പ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ വൾഗാരിറ്റി കുറച്ചിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ ഇറക്കിയത്. മേ ബി വിമൻ ലൈക്ഡ് ഇറ്റ്. അപ്പോൾ അത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അത് ഇന്നർവെയർ ബ്രാൻഡുകളൊക്കെ ഓൺഡ് ബൈ മെൻ. ട്രൂ. ഇറ്റ്സ് ഓൾ മെൻ മേക്കിംഗ് ബ്രാസ്. അവർക്ക് പക്ഷെ എന്താ അറിയാൻ ബ്രായെ കുറിച്ചിട്ട്. ആൻഡ് ഐ എം എ വുമൺ, ഐ എം വെയറിങ് ഇറ്റ് എവറി ഡേ. ആ എഡ്ജ് എനിക്ക് കിട്ടി. ആൻഡ് ദാറ്റ്സ് വാട്ട് ഹെൽപ്പ് മീ എന്ന് ഞാൻ തോന്നുന്നു. ഈ വി സ്റ്റാർ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഞാൻ വി സ്റ്റാർ എന്ന് മാത്രമേ കേട്ടുള്ളൂ, അതിൻ്റെ ഒരു അബ്രിവേഷൻ ഞാൻ എവിടെയും കേട്ടിട്ടില്ല. അപ്പോൾ കൊച്ചൗസേപ്പ് സാർ ആദ്യം പറഞ്ഞു വീഗാലാൻഡ് എന്നുള്ള പേരിന് വലിയ അർത്ഥമൊന്നുമില്ല, അതങ്ങനെ ഇട്ടതാണ് എന്നൊക്കെ ഉള്ളത്. വി സ്റ്റാർ എന്ന് പറയുന്ന ബ്രാൻഡിനും ഒരു അബ്രിവേഷൻ ഉണ്ടാകും. വാട്ട് ഇസ് വി ആൻഡ് വാട്ട് ഇസ് സ്റ്റാർ? ഇതെന്താണെന്ന് വെച്ചാൽ ആദ്യം വി ഗാർഡ് തുടങ്ങി. അത് കഴിഞ്ഞ് അപ്പോൾ അന്ന് ഒരു എക്സൈസ് ഡ്യൂട്ടിയുടെ ഒരു സ്ലാബ് ഉണ്ടായിരുന്നു. ഇത്ര കോടി വരെയാണെങ്കിൽ ഒരു ബ്രാൻഡ്
അതിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ എത്രയോ എക്സൈസ് ഡ്യൂട്ടി കൂടും. അപ്പോൾ വേറൊരു പ്രോഡക്റ്റ് നെയിമിലാണെങ്കിൽ അത് ഇല്ല, അങ്ങനെ സ്ലാബ്. അപ്പോൾ വി സ്റ്റാർ, വി ഗാർഡ്, വോൾടെക്സ്, അങ്ങനെ പല പേരിലുണ്ടായിരുന്നു സ്റ്റെബിലൈസേഴ്സ്. അത് കഴിഞ്ഞ് വി സ്റ്റാർ എന്ന് പറഞ്ഞ സ്റ്റെബിലൈസർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആ നിയമങ്ങൾ മാറിയപ്പോൾ ഇവരെല്ലാം കൂടെ അത് കമ്പൈൽ ചെയ്തിട്ട് വി ഗാർഡെന്ന് മാത്രമാക്കി. അപ്പോൾ ഈ ബാക്കിയുള്ള രജിസ്റ്റേർഡ് ട്രേഡ് നെയിംസ് കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ സൽവാർ കമ്മീസ് ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ പറഞ്ഞു എന്നോട്, എൻ്റെ ഹസ്ബൻഡിനെ പറഞ്ഞു, വി സ്റ്റാർ എന്ന് പറഞ്ഞൊരു ട്രേഡ് നെയിം ഉണ്ട്, രജിസ്റ്റേർഡാണ്, നിനക്ക് വേണമെങ്കിൽ അത് എടുക്കാം, ഉപയോഗിക്കാമെന്ന്. ജസ്റ്റ് ടുക്ക് ഇറ്റ്. അപ്പോൾ വി ഗാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് ഗാർഡാണ്. അതെ. അപ്പോൾ വി സ്റ്റാർ എന്ന് പറഞ്ഞാലും വോൾട്ടേജ് സ്റ്റാർ ആയിരിക്കണം. കാരണം എല്ലാം വോൾട്ടേജായിട്ട് ബന്ധപ്പെട്ടതാണ്. ഐ തോട്ട് ലൈക്ക് വീസ് ഫോർ വിക്ടറി ഓർ സംതിങ്. അല്ല. അത് കഴിഞ്ഞ് പിന്നെ പാർക്ക് തുടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ ഇതുപോലെ എല്ലാവരും ഒരു ബ്രെയിൻ സ്റ്റോമിങ് ഒക്കെ ചെയ്തു, എന്താ പേര്. അപ്പോൾ ചിലർ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞു, പിന്നെ പല പേരുകൾ പറഞ്ഞു. അപ്പോൾ വി ഗാർഡ് എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ വി ഗാർഡിൻ്റെ വീഗയാണത്, ലാൻഡ്. ബട്ട് ആക്ച്വലി ടു ബി ഓണസ്റ്റ് എപ്പോഴും പറയട്ടെ, നമുക്ക് ഇപ്പോഴും വണ്ടർല എന്നുള്ള പേര് അധികം വരാൻ വീഗാലാൻഡ് അതൊരു എന്താ പറയുക ട്രേഡ് മാർക്ക് പോലെ വീഗാലാൻഡ് എന്ന് പറയണത്. പിന്നെ ദെൻ ചേഞ്ച് ടു വണ്ടർല. യെസ്. ഈ അണ്ടർ ഗാർമെൻറ്റ്സ് ആഡ് ഭയങ്കര ട്രെൻഡിയാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു സാധാ ക്ലോത്തിങ് എടുത്ത് നോക്കുന്ന പോലെ അല്ല, അതൊരു 5 വർഷം ഇപ്പം അണ്ടർ ഗാർമെൻറ്റ്സിൻ്റെ ആ ആഡ് നമ്മളൊരു 5 വർഷം കഴിഞ്ഞ് നോക്കിയാലും അത് അപ്പോഴും ഫ്രഷായിട്ട് ഒരു ട്രെൻഡി ആയിരിക്കും. അതെന്തുകൊണ്ടാണ് ആക്ച്വലി ബ്രാൻഡുകൾ അങ്ങനെ ചെയ്യുന്നത് ആലോചിച്ച്? എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു സാരി അല്ലെങ്കിൽ സൽവാർ കമ്മീസ് എന്നൊക്കെ പറഞ്ഞാൽ ബ്രാൻഡുകൾ ആസ് സച്ച് വളരെ കുറവാണ്, അല്ലേ? ഇന്നർവെയർ ബ്രാൻഡുകൾ പോലെ അത്ര ഓൾ ഇന്ത്യയിൽ ചെയ്യുന്നൊരു സൽവാർ കമ്മീസ് ബ്രാൻഡ് ഇപ്പോഴൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നർവെയർ എന്ന് പറയുമ്പോൾ അതൊരു ബ്രാൻഡായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ലോട്ട് ഓഫ് പ്ലെയേഴ്സ്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ ഒരു അപ്പാർട്ടായിട്ട് നിൽക്കാം, ആ ക്ലാസ് എബവ് എന്നുള്ളതാണ് എപ്പോഴും ചിന്ത. ആൻഡ് ഓൾസോ ഇന്നർവെയറിനധികം ഹോർഡിങ്സാണ്. ഹോർഡിങ്സിലേക്ക് ടു ഗ്രാബ് അറ്റൻഷൻ ഫോർ എ ഹോർഡിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചാലഞ്ചാണ്. വെറുതെ നമ്മളൊരു ലേഡി ബ്രാൻഡ് നിന്ന് അത് നോക്കുന്നല്ലാണ്ട് അത് ഏത് ബ്രാൻഡാണെന്ന് ആരും നോക്കില്ല. കാരണം അതെങ്ങനെ ചെയ്യുന്നപ്പോൾ അപ്പോൾ അതിന് വേറെ എലിമെൻറ്റ്സൊക്കെ കൊണ്ടുവരികയാണ്. ഇപ്പോൾ ചിലർ ഫ്ലവേഴ്സ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നേച്ചർ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ കളേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പല ഇപ്പം ഞങ്ങളിപ്പം ഒരു മെൻസ് ഇന്നർവെയർ ഞങ്ങൾ കാർബൺ സീറോ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. കാർബൺ സീറോ ഇറ്റ്സ് മെയ്ഡ് ഓഫ് വുഡ് പൾപ്പ്, പൈൻ വുഡിൻ്റെ പൾപ്പ് കൊണ്ടുള്ള ഫൈബറാണത്. ക്യാൻ യു ബിലീവ് ഇറ്റ്സ് മെയ്ഡ് ഓഫ് വുഡ്? അപ്പോൾ ആൻഡ് ഫ്രം നേച്ചർ. ഓൾസോ ഇറ്റ് ഈസ് സസ്റ്റൈനബിൾ, അതായത് ഇക്കോ ഫ്രണ്ട്ലിയാണ്. പിന്നെ ഈ ബീച്ച് വുഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡീഫോറസ്റ്റേഷൻ അവിടെ വരുന്നില്ല, ഇതിനു വേണ്ടി വളർത്തുന്നതാണ് ഈ ബീച്ച് വുഡ്. അപ്പോൾ ആ ബീച്ച് വുഡ് കൊണ്ടുണ്ടാക്കുന്ന ഫൈബറാണ് ഈ കാർബൺ സീറോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബ്രീഫിൽ ഉപയോഗിക്കുന്നത്. അപ്പം ഞങ്ങളത് നേച്ചറായിട്ട് ലിങ്ക് ചെയ്ത് അതിൻ്റെ ഒരു കളറും ഗ്രീനറിയും ഗ്രീൻ ലീഫും വുഡും അങ്ങനെയൊരു തീമിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അതെല്ലാവരും അത് നോട്ടീസ് ചെയ്തു. ആൻഡ് മെൻ സ്റ്റാർട്ടഡ് യൂസിങ് ഇറ്റ്. അത് ഉപയോഗിച്ചവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഞങ്ങൾക്ക് മെൻസ് വെയർ ശരിക്കും പിടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ. അതൊരു വലിയ ട്രേണിങ് പോയിൻ്റായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എലിമെൻറ്റ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ജനങ്ങൾ കാരണം ഫ്ലഡഡ് ആണ് ആഡുകൾ, ഹോർഡിങ്സും. അതിൻ്റെ ഇടയിൽ നിന്ന് വേർതിരിച്ച് നമ്മുടെ ഒരു ഹോർഡിങ് ഒരു കസ്റ്റമേഴ്സ് കാണുക എന്ന് പറഞ്ഞാൽ വലിയ ചാലഞ്ചാണത്. അപ്പോൾ അതിന് തലപകഞ്ഞ് ആലോചിക്കുമ്പോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. ആർക്കും ദോഷമൊന്നുമില്ല, ബട്ട് ദ മെസ്സേജ് വി ഗിവ് ആൻഡ് പീപ്പിൾ സീ ഇറ്റ് ആൻഡ് പീപ്പിൾ റിലേറ്റ് ദ പ്രോഡക്റ്റ് വിത്ത് നേച്ചർ ഓർ വാട്ട് എവർ. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ തലപകഞ്ഞ് ആലോചിച്ച് തന്നെയാണ് ഓരോ ബ്രാൻഡും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് എല്ലാവരെക്കാളും കൂടുതൽ അറ്റൻഷൻ ഗ്രാബ് ചെയ്യണം.
എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് കേട്ടോ. അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും പണ്ട് ഈ വൈറ്റ് ബ്രാ മാത്രമായിരുന്നു പണ്ട് എന്നെ കൊണ്ടാണെങ്കിലും അമ്മയും അതാണ് ധരിക്കാറ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കളേർഡ് അല്ലെങ്കിൽ ഒരു പാറ്റേൺഡ് ബ്രായൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര മോശമായിട്ട് അത് എന്തിനാ അങ്ങനെ ആരെ കാണിക്കാനാണെന്നൊക്കെയുള്ള രീതിക്കൊക്കെ. അങ്ങനെയായിരുന്നു പണ്ട്. ആൻഡ് ഓൾസോ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് മീൻ നമ്മളൊന്ന് അഴയിലിടാൻ പോകണ പോലെ ഡ്രസ്സിൻ്റെ അടിയിലൊക്കെ മീതൊരു തോർത്തൊക്കെ ഇടും കാണിക്കാതിരിക്കാനായിട്ട്. യെസ്, അത്രയും ഒരു അത്രയും മോശപ്പെട്ട ഒരു സാധനമായിട്ടാണ് വെച്ചിരുന്നത് കണ്ടിരുന്നത്. ഇപ്പൊ പക്ഷെ മാറിയില്ലേ കുറെയൊക്കെ. അതാണ്. അപ്പം ആൻഡ് ഐ എം റിയലി ടോക്കിംഗ് ടു ദാറ്റ് പേഴ്സൺ ഹു മെയ്ഡ് എ ഡിഫറൻസ്. അത് ഫീൽ ലൈക്ക് ഓ മൈ ഗോഡ് വലിയൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളത്. നമുക്കിപ്പം അണ്ടർ ഗാർമെൻറ്റ് സെഷനിൽ വരികയാണെങ്കിൽ ഒരുപാട് അതർ ബ്രാൻഡ്സ് ഉണ്ട്. ജോക്കി ഉണ്ട്, പ്യൂമ ഉണ്ട്. ഇതെല്ലാം ഒരു സ്പോർട്ടി വെയർ ആയിട്ട് നമ്മൾ ഇൻ്റർനാഷണലി നിൽക്കുന്ന ഒരു ബ്രാൻഡാണ്. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പം വി സ്റ്റാർ ആണ് ടോപ്പിൽ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോക്കിക്കും പ്യൂമയ്ക്കും ഇല്ലാത്ത എന്താണ് വി സ്റ്റാർ കേരളത്തിൽ കൊടുക്കുന്നത്? ഒന്ന് ഇപ്പോൾ വി ഗാർഡിൻ്റെ തന്നെ ഒരു സിസ്റ്റർ കൺസേൺ ആണ്. വി ഗാർഡിൻ്റെ ഒരു ലെഗസി ഉണ്ട്, അതിൻ്റെ ഒരു ഗുഡ് വില്ലുണ്ട്. ആ ഒരു ബിസിനസ് ഹൗസിൽ നിന്ന് വരുന്ന ഒരു പ്രൊഡക്റ്റ് എന്നുള്ള റെസ്പെക്റ്റ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ബാക്കി ഇൻ്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞാലും ആ ബ്രാൻഡുകളൊക്കെ എല്ലാം A to Z ഉണ്ടാക്കുന്ന മുഴുവൻ കേരളത്തിൽ അല്ല ഇന്ത്യയിൽ തന്നെയാണ്. പിന്നെ അങ്ങനെ ഒരു പേരങ്ങ് ഇട്ടുന്നേ ഉള്ളൂ. എല്ലാം ഇന്ത്യയിൽ ബാംഗ്ലൂരും അവിടെ ഇവിടെ ഉണ്ടാക്കുന്ന ഈ പ്രൊഡക്ട്സൊക്കെ ആരും പുറത്തുനിന്ന് ഒരു സാധനം ഇമ്പോർട്ട് ചെയ്തിട്ടല്ല ഉണ്ടാക്കുന്നത്. പിന്നെ അങ്ങനെ ഒരു പേരാന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനേക്കാളും നല്ല പ്രൊഡക്റ്റ് അതിനേക്കാളും കുറഞ്ഞ വിലയിൽ അതാണ് വി സ്റ്റാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വില കുറവാണ്, പക്ഷേ ക്വാളിറ്റി അതിനേക്കാളും നല്ല ക്വാളിറ്റിയിലാണ് ഞങ്ങളിപ്പോൾ മെൻസ് വെയർ പ്രത്യേകിച്ച് ഞങ്ങൾ ശ്രദ്ധിച്ചാൽ ഇറക്കുന്നത്. കാരണം ലൈക്ക് നാഷണൽ പ്ലെയേഴ്സാണ് അവിടെയുള്ളത്. അപ്പോൾ നമ്മൾ അത്രയും കെയർ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ. ഇത് പറഞ്ഞപ്പോൾ അപ്പം നമ്മൾ പൊതുവേ ജോക്കി ഈ ബ്രാൻഡൊക്കെ കേൾക്കുമ്പോൾ ഞാനും വിചാരിച്ച നോക്കി ഇത് പുറത്തുനിന്ന് നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആയിരിക്കാം എന്നുള്ളത്. ഇൻ്റർനാഷണൽ എന്ന് പേരിട്ടുകൊണ്ട് പുറത്തുനിന്നാണ് ലൈക്ക് ദാറ്റ് നെയിം മാറ്റേഴ്സില്ല. ഇപ്പോൾ പലപ്പോഴും പലരും വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ബാറ്റ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണെന്ന്. ഓഫ് കോഴ്സ് അല്ല. പക്ഷെ ആ ബ്രാൻഡിൻ്റെ പേര് അവർ ഇന്ത്യയിലെ ബ്രാൻഡാണെന്ന് തോന്നിപ്പിക്കുന്ന വിധം അതിനെ മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അത് ഓരോ നാട്ടിലും ആ നാട്ടിലത്തെ ബ്രാൻഡാന്ന് വിചാരിക്കണ പോലെയാണ് ബാറ്റയുടെ അഡ്വർടൈസ്മെന്റ് വരുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് അങ്ങനെ ഭയങ്കര സ്മാർട്ട് വർക്ക് ചെയ്യുന്ന കുറേ ഇതുണ്ടല്ലോ. അതുണ്ട് അത് അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. പക്ഷേ അത് അവർക്ക് അതിൻ്റെ എഡ്ജ് കിട്ടി. എല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. പക്ഷേ അങ്ങനെ ആരും ഇല്ല. പിന്നെ ഓക്കെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ചൈനയിൽ നിന്ന് ചില മെറ്റീരിയൽസ് ഒന്നും ഇവിടെ കിട്ടില്ല. അതുപോലെ അവരും ചെയ്യുന്നുണ്ട്. ബട്ട് കംപ്ലീറ്റ്ലി അങ്ങനെ മെജോറിറ്റി ഓഫ് ദ പ്രൊഡക്ട്സ് ആർ മെയ്ഡ് ഇൻ ഇന്ത്യ, എല്ലാ ബ്രാൻഡുകളുടെ. ഇപ്പം വേറൊരു കാര്യം ഞാൻ ചോദിക്കാറുണ്ട്. ഇത് ചിലപ്പോൾ ഞാൻ ചോദിക്കണ പൊട്ടത്തരായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഇപ്പം വണ്ടർലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വാട്ടർ റൈഡ്സിലൊക്കെ കയറുമ്പം അവിടെ ഒരു റൂൾ തന്നെ ഉണ്ട്. ഈ നൈലോണിൻ്റെ തുണി അങ്ങനെയൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ പൂളിലോ അല്ലെങ്കിൽ അവിടുത്തെ ഇതിലോ ഇറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളത്. സോ ഐ വാസ് തിങ്കിങ് അവിടെ അതേപോലെ തന്നെ അവിടെ കുറേ ചെറിയ കടകളുണ്ട് ഈ പറയുന്ന ക്ലോത്ത്സ് വിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ ഒന്നും ഞാൻ വി സ്റ്റാർ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു വൈ നോട്ട്. കാരണം അവിടെ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. എന്നിട്ടും വി സ്റ്റാർ അവിടെ വരാതെ വേറെ ചെറുകിട എന്താ പറയുക കച്ചവടക്കാരാണ് അവിടെ ഉള്ളത്. എന്തുകൊണ്ടാണ് ആ ഒരു ഡിസിഷനോട് നോ എന്ന് പറയാൻ തോന്നിയത്? ഇത് പാർക്കിൽ ഇങ്ങനെ നിയമം വരാൻ കാരണം ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പം ഒരു സ്കൂളിൽ നിന്ന് ഒരു പ്രാവശ്യം നീലയും വെള്ളയിട്ട കുട്ടികൾ വന്നിട്ട് നീല ഷോർട്ട്സ് ഇട്ട് ഉടുപ്പൊക്കെ ഇട്ട് ഇറങ്ങിയ കുട്ടികളെല്ലാം പുറത്ത് കയറിയപ്പോൾ വെള്ളം നീല നിറയി കളർ ഇളകിയിട്ട്. അതുപോലെ പല ഇഷ്യൂസ് ഉണ്ടായി. അപ്പോൾ അതൊക്കെ കെമിക്കലല്ലേ, അപ്പോൾ അതൊക്കെ പ്രശ്നമല്ലേ. അതിന് ശേഷമാണ് അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ടായപ്പോഴാണ് നൈലോൺ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഈ പാർക്കിൽ വരുമ്പോൾ വാങ്ങിക്കുന്നത് അവർക്ക് ഒരു 1 ടൈം ഉപയോഗിച്ചിട്ട് ദെയിൽ ത്രോ 200 രൂപയ്ക്കും 150 രൂപയ്ക്കും ചീപ്പ് സാധനങ്ങൾ അത് മിക്കവാറും കൊണ്ടുവന്നില്ലെങ്കിൽ ഇമ്പൾസീവായിട്ട് വാങ്ങിക്കുന്ന സാധനമാണ്. അത് നമ്മൾ അപ്പോഴത്തെ ഒരു ഉപയോഗത്തിന് വേണ്ടി ഒരു തോർത്തോ എന്തെങ്കിലും വാങ്ങിക്കുന്ന പോലെ ഒരു ഷോർട്ട്സും ഒരു സാധനം വാങ്ങിച്ചു ഇട്ടു. അപ്പോൾ അവരതിന് വലിയ ക്വാളിറ്റിയൊന്നും
കാരണം പാർക്കിൻ്റെ ഫീസ് തന്നെ ഉണ്ടാവും, 1500 കൊടുക്കണം, ഭക്ഷണം കഴിക്കണം, ഒരാൾക്ക് ഒരു 2000, പിന്നെ വണ്ടിയുടെ ചിലവൊക്കെ കൂടി ചിലപ്പോൾ ഒരു 3000 ഒരാൾക്ക് ചിലവ് വരും. അതിൻ്റെ ഇടയിൽ പിന്നെ ഒരു 500-ഉം 1000 രൂപയുടെ സാധനങ്ങൾ മേടിക്കാനായിട്ട് അവർക്ക് തയ്യാറല്ല. അപ്പോൾ അവർക്ക് വില കുറഞ്ഞ ഒരു ദിവസത്തേക്ക് ഉപയോഗിക്കാനുള്ളൊരു സാധനം, അതാണ് അവർ നോക്കുന്നത്. ആസ് എ ബ്രാൻഡ് വി-സ്റ്റാറിന് അങ്ങനെയുള്ള ബ്രാൻഡ് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മളുണ്ടാക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ബെസ്റ്റ് ബ്രാൻഡ്. അപ്പോൾ ചിലപ്പോൾ 400-ഉം 500-ഒക്കെ വില വരും ഷോർട്സിനും ഇതൊക്കെ. അപ്പോൾ അതിനവിടെ പ്രസക്തിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആ മാർക്കറ്റ് ചെയ്യുക. പിന്നെ പോണ വഴിക്കാണെങ്കിലും കടകൾ, പെട്ടിക്കടകൾ വരികയായിട്ട് ഇതൊക്കെ തൂക്കിയിട്ടിരിക്കുക. അപ്പോൾ ആൾക്കാർക്ക് അത് മതി, ഒരു ദിവസത്തെ ആവശ്യത്തിനാണ് അവരത്. അല്ലാതെ വലിയൊരു 5 കൊല്ലത്തേക്കുള്ളൊരു ഷോപ്പിംഗ് അല്ല അത്, ഒരു ദിവസത്തേക്കുള്ളതാണ്. അപ്പോൾ അത് 200 രൂപയ്ക്കും 150 രൂപയ്ക്കൊക്കെ അവർക്ക് കിട്ടാനുണ്ട്. അധികം വില എന്താ പറയുക, റിജക്റ്റഡ് സാധനങ്ങളോ എക്സ്പോർട്ട് റിജക്ഷൻ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ മാർക്കറ്റ് ഞങ്ങൾ നോക്കാത്തത്. ഈ ഓഫ് കോഴ്സ് വി-ഗാർഡ് എന്ന് പറയുന്നത്, വീഗാലാൻഡ് എന്ന് പറയുന്നതൊക്കെ ഇപ്പം ഹസ്ബൻഡിൻ്റെ ഒരു ബ്രാൻഡാണ് എന്നുള്ള രീതിക്ക് പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ മൈൻഡിൽ വന്നൊരു ചോദ്യമാണ്, ഈ വി-ഗാർഡ് അല്ലെങ്കിൽ വീഗാലാൻഡ് വി-സ്റ്റാറിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? നോട്ട് ഫിനാൻഷ്യലി, ലൈക്ക് ഇൻസ്പയർ ചെയ്യുന്ന പോയിന്റ് ആണെങ്കിലും അല്ലെങ്കിൽ ബിസിനസ് ബാക്കി പ്രൊമോട്ട് ചെയ്യുന്ന രീതിക്കാണെങ്കിലും വി-സ്റ്റാർ അല്ലെങ്കിൽ എവിടെയെങ്കിലും വി-സ്റ്റാറിന് ഒരു ഡൗൺഫോൾ വരുമ്പം വി-ഗാർഡ് അല്ലെങ്കിൽ വീഗാലാൻഡ് എന്നുള്ളൊരു ബ്രാൻഡ് കൊണ്ട് വി-സ്റ്റാറിന് കയറി വരാൻ പറ്റിയ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? വി-ഗാർഡ് തുടങ്ങി ഒരു 77 തുടങ്ങി, ഞാൻ 95 തുടങ്ങുന്നത്. 25 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ ഓൾറെഡി വി-ഗാർഡിൻ്റെ ഒരു ബാക്കപ്പ് അവിടെ ഉണ്ടായിരുന്നു. വി-സ്റ്റാറിലേക്കുള്ള ആദ്യത്തെ എംപ്ലോയീസിനെ ഇൻ്റർവ്യൂ ചെയ്ത് വി-ഗാർഡിൻ്റെ ഓഫീസിൽ വെച്ചാൽ, കാരണം എനിക്കൊന്നും ഓഫീസില്ല. ഓഫീസും ഇല്ല എന്ന് മാത്രമല്ല, എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ പോലും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ മാനേജേഴ്സാണ് ഇൻ്റർവ്യൂ ചെയ്തത്. അങ്ങനെ തുടക്കത്തിലൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെയും എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ആവശ്യങ്ങൾ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ കൂടിയും, ഫിനാൻഷ്യലും ചിലപ്പോൾ ഞാൻ ലോൺ എടുത്തിട്ടൊക്കെ കൊടുക്കാറൊക്കെ ഉണ്ട്. പേഴ്സണൽ ലോൺ എടുത്തിട്ട് തിരിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ പറയുന്ന പോലെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. ചിലപ്പോൾ ചില സ്കീമുകളൊക്കെ ഉണ്ടാവും ഇപ്പോൾ, അല്ലെങ്കിൽ പക്ഷേ എല്ലാം അക്കൗണ്ടഡ് ആണ്. ഇപ്പോൾ എനിക്കൊരു ഹോർഡിങ് വേണ്ടല്ലോ കഴിക്കണമെങ്കിൽ ഞാൻ ബാക്കിയുള്ള കസ്റ്റമർ കൊടുക്കുന്ന പോലെ തന്നെ പൈസ കൊടുക്കണം. വണ്ടല്ലേ പോയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ അവിടെ പൈസ കൊടുക്കണം. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ. ബിസിനസ് ഈസ് ബിസിനസ്. വാവ്. ഇപ്പം മാം ഈ വി-സ്റ്റാർ തുടങ്ങുന്ന ടൈമിൽ തന്നെ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള വിമണിന് ജോലി കൊടുക്കുക എന്നുള്ളൊരു ഫാക്ടർ. സോ യു ഹാവ് ഡൺ ദാറ്റ്. ആൻഡ് ഓൾസോ ഹൗ ഇസ് ദാറ്റ് ഗോയിങ്, ആ ഒരു ജേർണി? അതിപ്പോഴും അങ്ങനെ തന്നെ. ഞങ്ങൾക്കൊരു 10-16 യൂണിറ്റ് ഇതുപോലെ ഉണ്ട്. റൂറൽ ഏരിയയിലാണ്. ഈവൻ ഞങ്ങൾക്ക് കന്യാകുമാരി അടുത്ത് തക്കല എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ യൂണിറ്റ് ഉണ്ട്. കാരണം അവിടെയൊന്നും സ്ത്രീകൾക്ക് ജോലി ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെയാണെങ്കിലും ചേർത്തല, കടപ്പുറം അങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു 900 വിമൻ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്ത്രീകളൊക്കെ ആദ്യമായിട്ടാണ് തയ്യൽ മെഷീൻ കാണുന്നത് തന്നെ. കാരണം അവർക്കൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ കോൺവെൻറ്റുകളിലാണ് ഇതൊക്കെ ഞങ്ങൾ ചെയ്തത്. 10-16 കോൺവെൻറ്റുകളിൽ അവർ അവർക്ക് ഫണ്ടൊക്കെ ഉണ്ട്, മെഷീനൊക്കെ വാങ്ങിച്ച് അവർ തന്നെ പാവപ്പെട്ട സ്ത്രീകളെ റിക്രൂട്ട് ചെയ്ത് അവരെ, പിന്നെ നമ്മുടെ ഇവിടുന്ന് ആൾക്കാർ പോയി അവരെ ട്രെയിൻ ചെയ്ത്, പിന്നെ ഒരു 4 മാസമൊക്കെ കഴിയുമ്പോൾ അവർ നല്ല എക്സ്പേർട്ട് ടൈലേഴ്സായി. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോൾ ബ്രാഗ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ, ഇപ്പോൾ ആ ഹുക്ക് പിടിപ്പിക്കുന്ന ആളത് മാത്രം തയ്ച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ഓക്കെ. സ്ട്രാപ്പ് പിടിപ്പിക്കുന്ന ആളത് മാത്രം തയ്ക്കുകയുള്ളൂ, എന്നിട്ട് അടുത്ത ആൾക്ക് കൊടുക്കുക. അങ്ങനെ ലൈൻ ടൈലറിങ് ആണ്. അപ്പോൾ അവർ പെട്ടെന്ന് അവരത് സ്കില്ല് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഒരു 900 വിമൻ, എല്ലാം പാവപ്പെട്ട വീടുകളിലായിരുന്നു. പക്ഷെ അവർക്കൊക്കെ വരുമാനമുണ്ട്. മിക്കവർക്കും 2 വീലറൊക്കെ ഉണ്ട്, ലോണൊക്കെ എടുത്ത് 2 വീലർ വാങ്ങിക്കുന്നു, വരുന്നു. അങ്ങനെ അവർ എന്നെ കാണുമ്പോൾ സന്തോഷത്തോടുകൂടി പറയാറുണ്ട് ഞങ്ങളുടെ ജീവിതം തന്നെ. കാരണം ഞങ്ങൾക്ക് സൊസൈറ്റിയിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് റെസ്പെക്റ്റും, ഞങ്ങളെ ഒരു മനുഷ്യനായിട്ട് തന്നെ കണക്കാക്കുന്നത്. മറ്റത് ഞങ്ങളൊരു കമ്മോഡിറ്റി ആയിരുന്നു. ഇപ്പം ഞങ്ങളൊരു മനുഷ്യനായിട്ട് തന്നെ ആൾക്കാർ പിന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ അവർ പറയാറുണ്ട്. അങ്ങനെ അതിപ്പോൾ എന്താ പറയുക, അതങ്ങനെ ഇറ്റ് ഹാപ്പൻഡ് എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ അവരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഞാൻ തുടങ്ങിയത് കൊണ്ട് അവർ കുറേ പേര് രക്ഷപ്പെട്ടു, കുറേ കുടുംബങ്ങൾ. ഇപ്പം അങ്ങനത്തെ ഒരുപാട് സ്ത്രീകളെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ മാം പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ ബന്ധുക്കളെയും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ പറഞ്ഞ പോലെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിൽ ചേർക്കാനും ഒരുപാട് അതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ
ഫ്രം മൈ ലൈഫ് ഓൾസോ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബന്ധുക്കൾ പോയിട്ടൊരു ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നത് ഭയങ്കര ഒരു ബാക്ക്ലാഷ് അടിക്കുന്ന ഒരു കാര്യമായിട്ട് പൊതുവെ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്. അത് നടന്നിട്ടുണ്ട് ആക്ച്വലി. പിന്നെ സോ മാം അങ്ങനത്തെ ഒരു തോട്ടിനോട് മാമിന് എന്താ പറയാനുള്ളത്? ഞങ്ങൾ അങ്ങനെ പാർട്ട്ണർഷിപ്പായിട്ട് ഒരു ബിസിനസ്സും ഞങ്ങളുടെ ഫാമിലി ചെയ്തിട്ടില്ല. എല്ലാം ഇൻഡിപെൻഡൻ്റാണ്. ബന്ധുക്കളെ ഹെൽപ്പ് ചെയ്യും എന്തെങ്കിലും, അതല്ലാതെ നമ്മുടെ ബ്രാൻഡിലേക്ക് വരുത്തിയിട്ട് അവിടെ ജോലി കൊടുക്കുക. ഒരു ഒറ്റ റിലേറ്റീവ് ഞങ്ങളുടെ ഒരു ഓർഗനൈസേഷനിലും ജോലി ചെയ്യുക. അതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു വിഷനായിരുന്നു. അതായത് ഒരു ബന്ധുവിന് ജോലി കൊടുത്താൽ ആ ബന്ധം അതോടെ പോയി കിട്ടുന്നല്ലാണ്ട് കൊടുത്തില്ലെങ്കിൽ കൊടുത്തില്ല എന്നുള്ള ഒറ്റ കുറ്റേ പറയുള്ളൂ. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ എൻ്റെ പഴി കേൾക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ഒരാളെ പോലും ജോലിക്ക് എടുത്തിട്ടില്ല. ഒത്തിരി എൻ്റെ ആണെങ്കിലും കൊച്ചസേബിൻ്റെ ആണെങ്കിലും ബന്ധുക്കൾ ഒത്തിരി പേര് ജോലിയില്ലാത്തവരും തൊഴിലില്ലാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമൊക്കെ അവർ പറഞ്ഞു നോക്കിയിട്ടുണ്ട്. പക്ഷേ അതപ്പോൾ ഇപ്പം ഞങ്ങൾക്കും ഒരുപാട് പേര് വിളിച്ച് പറയും, ഇങ്ങനെ എൻ്റെ ഒരു ആൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഒന്ന് റെക്കമെൻഡ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെയും ഞങ്ങളെയൊക്കെ വിളിക്കും. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഇതിൽ അങ്ങനെ ഒരു പോളിസി ഇല്ല റെക്കമെൻഡേഷൻ. ഇഫ് ഹീ ഈസ് എലിജിബിൾ ഓർ ഇഫ് ഷീ ഈസ് എലിജിബിൾ ഷീ വിൽ ഗെറ്റ് ദി ജോബ്. അതിനാരും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളറിയാണ്ട് തന്നെ ചില ഞങ്ങളുടെ ബന്ധുക്കൾ വന്നിട്ടുണ്ട് അവിടെ, ഓൺലി ത്രൂ ആപ്ലിക്കേഷൻ. പക്ഷെ ഞങ്ങളറിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ വേറൊരു പവർ പ്ലേ ഇല്ല, നടക്കില്ല. ഈ പൈസയ്ക്ക് ബന്ധങ്ങളെ തകർക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അങ്ങനെയുള്ള എല്ലാ എത്രയോ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ പൊളിയുന്നത് അങ്ങനെയല്ലേ. ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കും, രണ്ടുപേരും കൂടെ തുടങ്ങി. അത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സ് ഈ വഴിക്കാൻ പോകണമെങ്കിൽ മറ്റാളുടെ മനസ്സ് ഈ വഴിക്കായിരിക്കും പോവുക. എൻ്റെ ഐഡിയ എങ്ങനെ പോകുമ്പോൾ മറ്റാളുടെ ഐഡിയ എങ്ങനെ പോയി, ഒരിക്കലും 90% അത് ഒരുമിച്ച് പാരലായിട്ട് ഒരുമിച്ച് ഇങ്ങനെ പോവില്ല, കൂട്ടിമുട്ടില്ല. അങ്ങനെയാണ് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ മുഴുവൻ അവസാനം പിരിയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ എത്ര ചെറിയ ബിസിനസ്സായാലും ഒറ്റയ്ക്ക് തുടങ്ങുന്നതായിരിക്കും സേഫ്. അതല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് പോയി കിട്ടും. ചേച്ചി അനിയത്തിയാണെങ്കിൽ അത് പോയി കിട്ടും. അത്രേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പിന്നെ അപൂർവം ഉണ്ടായിരിക്കാം, പക്ഷേ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, വെരി റെയർ ഓൾസോ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാട്ടോ, ഇഫ് യു വാണ്ട് എ പാർട്ട്ണർ ഇൻ ബിസിനസ്, നമ്മൾ എങ്ങനെയായിരിക്കും ചൂസ് ചെയ്യുക ഒരു ബിസിനസ് പാർട്ട്ണറിനെ? വാട്ട് ക്വാളിറ്റീസ് ഓർ ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ വേണം നമുക്ക് ശ്രദ്ധിക്കാൻ? സെയിം വേവ് ലെങ്ത്ത് വേണം. അതല്ലെങ്കിൽ ഇപ്പോൾ ചില വീടുകളിൽ അങ്ങനെ ബിസിനസ് ചെയ്യുന്നുണ്ട് ബ്രദേഴ്സ് തമ്മിലൊക്കെ. ഒരാൾ മാർക്കറ്റിംഗ് നോക്കും, ഒരാൾ പർച്ചേസ് നോക്കും, ഒരാൾ അക്കൗണ്ട്സ് നോക്കും, ഒരാൾ പിന്നെ ഫ്ലോർ മാനേജറായിട്ട് അങ്ങനെ ബാക്കി അങ്ങനെയൊക്കെ വളരെ ഇതായിട്ട് ചെയ്യുന്ന ബിസിനസ് ഹൗസുകളുണ്ട്. ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്കങ്ങനെ അറിയില്ല എങ്ങനെയാണ് ഒരു പാർട്ട്ണറെ ചേർത്തുക എന്നുള്ളത്. ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല ഒന്നിലും. പാർട്ട്ണർഷിപ്പ് പരിപാടി ഞങ്ങൾക്കില്ല. എല്ലാം പ്രൊപ്രൈറ്ററി ആയിട്ടാണ്. പിന്നെ പ്രൈവറ്റ് ലിമിറ്റഡ്, പിന്നെ പബ്ലിക് ലിമിറ്റഡ്. അതല്ലാതെ പാർട്ട്ണർഷിപ്പ് ഇല്ല ഞങ്ങൾക്ക്. ഇപ്പോൾ വി-ഗാർഡിലാണെങ്കിലും എനിക്ക് പാർട്ട്ണർഷിപ്പ് ഒന്നുമില്ല, ഞാൻ ഡയറക്ടറായിരിക്കാം. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അങ്ങനെയായിട്ടാണ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, നമ്മളിപ്പോഴും വീഗാലാൻഡ് നടന്നൊരു ഇമോഷൻ പോലെയാണ്. സോ പക്ഷെ വീഗാലാൻഡ് ഇപ്പം വണ്ടർലേ ആയി. അതുപോലെ തന്നെ വലേറോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് V-സ്റ്റാറായി മാറിയത്. സോ ഈ ഒരു നെയിം ചേഞ്ച് ഉണ്ടല്ലോ. പക്ഷെ വലേറോ എന്ന് പറയുന്നത് അന്ന് ഭയങ്കര ഹിറ്റ് പേരായിരുന്നു. അതൊരു V-സ്റ്റാർ എന്നുള്ള പേരിലേക്ക് മാറ്റി ആ ഒരു ജേണി? അപ്പോൾ ഇത് V-സ്റ്റാർ എന്ന് പറഞ്ഞാൽ ആദ്യം സൽവാർ കമ്മീസ് തുടങ്ങി. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഇന്നർ വെയറിലേക്ക് വന്നപ്പോൾ V-സ്റ്റാർ എന്ന് തന്നെ ഇടാനാണ് ഞാൻ വിചാരിച്ചത്. അപ്പം എൻ്റെ ഇവരൊക്കെ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് എല്ലാവരും കൂടെ വന്നിട്ട് ഒരു മേഡം അങ്ങനെ ഇടരുത്, കാരണം സൽവാർ കമ്മീസ് പിന്നെ വിൽക്കാൻ പറ്റില്ല, ബ്രായുടെ പേര് അതിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ബഹളം. അങ്ങനെ ഞാൻ വെനേസ എന്നുള്ള പേര് ഇട്ടു അതിന്. അപ്പോൾ വിമൻസ് വെയർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ വിഷൻ്റെ പ്രശ്നമാണ്. അന്ന് വിഷൻ ചെയ്യേണ്ടതായിരുന്നു. ഇത് പുരുഷന്മാർക്കും കൂടെ ഉണ്ടാകും ഭാവിയിൽ, അങ്ങനെ ചെയ്തില്ല. അതിൻ്റെ കുഴപ്പമാണ്. അത് കഴിഞ്ഞിട്ട് മെൻസ് വെയർ വന്നപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? V-സ്റ്റാർ പറ്റില്ല, വെനേസ പറ്റില്ല. അങ്ങനെ കണ്ടുപിടിച്ചതാണ് വലേറോ. ഞാൻ തന്നെ ഉണ്ടാക്കിയ പേരാ വലേറോ. അതിനൊരു അർത്ഥം അങ്ങനെ ഒരു അർത്ഥമൊന്നുമില്ല. ചുമ്മാ ഞാനിരുന്ന് ഇങ്ങനെ വീന്ന് വെച്ചു. പിന്നെ ഞാനിങ്ങനെ ഇരുന്ന് എഴുതി ഉണ്ടാക്കി. ഇങ്ങനെ വാലന്റീനോ എന്ന് നോക്കി, അപ്പോൾ വാലന്റീനോ ഉണ്ട്, വാലൻഡോ എന്ന് ഇട്ടു. അങ്ങനെ ഞാൻ തന്നെ കുറേ, അന്നൊന്നും വലിയ ഏജൻസിയൊന്നും എനിക്കില്ല, ആൾക്കാരും ഇല്ല, അധികം സ്റ്റാഫാണ്. അപ്പോൾ ഇങ്ങനെ എഴുതി വന്നപ്പോൾ വലേറോ വന്നപ്പോൾ എനിക്കെന്തോ
എനിക്കെന്തോ വലേറിയ അല്ലെങ്കിൽ ഇറ്റാലിയൻ നെയിം അങ്ങനെ എന്തൊക്കെയോ എൻ്റെ മനസ്സിലിങ്ങനെ വന്ന്. അപ്പം ഞാൻ ഇട്ട പേരാണ് വലേറോ എന്ന്. അപ്പോൾ ഇട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയാണ് വലേറോ എന്ന് പേരിട്ടത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ് തുടങ്ങുക സെൻട്രൽ സ്ക്വയറിൽ. അപ്പോൾ ഞാൻ ഒരു ആഡൊക്കെ പിടിക്കാനായിട്ട് അന്ന് സിജോയ് വർഗീസിനോട് ഒരു ആഡ് പിടിക്കണം, വലേറോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആഡൊക്കെ പിടിക്കാൻ നിന്നു. അപ്പോൾ ഷോപ്പും എടുത്തു. ഷോപ്പിന് ബോർഡ് വയ്ക്കാൻ നോക്കുമ്പോൾ 3 പേര് വെക്കണം. ബി സ്റ്റാർ വെക്കണം, വെനേസ വെക്കണം, വലേറോ വെക്കണം. ഒരു കടയ്ക്ക് എങ്ങനെ 3 സൈനേജ് വെക്കാൻ പറ്റും? അന്ന് കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ ഇതെന്ത് ചെയ്തു, രക്ഷയില്ല. നേരെ വെളുത്തപ്പോൾ ഞാൻ സിജോയിനെ വിളിച്ചു പറഞ്ഞു, സിജോയ് ഹോൾഡ് ഓൺ, ആഡ് പിടിക്കാൻ വരട്ടെ, ഞാനിങ്ങനെ ഒരു കാര്യം പ്രശ്നം വന്നിട്ടുണ്ട്, എനിക്കതൊരു പേരാക്കിയേ പറ്റുള്ളൂ. അങ്ങനെ ഞാനങ്ങ് തീരുമാനിച്ചു ഈ സ്റ്റാറിനാക്കുക. അങ്ങനെയാണ് അതുണ്ടായത്. ഒരു കടയ്ക്ക് എങ്ങനെ 3 പേര് വയ്ക്കാൻ പറ്റും? ബട്ട് ദാറ്റ് വാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. അല്ലെങ്കിൽ ഞാൻ വെള്ളം കുടിച്ചേനെ. കാരണം 3 പേരിൽ ആഡ് കൊടുക്കണ്ടേ. വെനേസയുടെ ആഡ് കൊടുക്കണം, വലേറോയുടെ ആഡ് കൊടുക്കണം, അന്ന് വി സ്റ്റാർ ചുരിദാറും ഉണ്ട്, അതിൻ്റെ ആഡും കൊടുക്കണം. അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു. അപ്പോൾ എല്ലാവരും എതിര് പറഞ്ഞു. ഞാൻ എൻ്റെ മെന്നായിട്ടുള്ള എല്ലാ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ വി സ്റ്റാർ എന്ന് പറഞ്ഞൊരു ഇന്നർ വെയർ ഇടുകയാണെങ്കിൽ നിങ്ങൾ മേടിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ മേടിക്കില്ല എന്നൊക്കെ പറഞ്ഞു ആദ്യം. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അവരെ കൊണ്ട് മേടിപ്പിച്ചിട്ടേ ഉള്ളൂ കാര്യം. കോഴ്സ് ചില ആൾക്കാരുണ്ടായിരിക്കാം, ബട്ട് ദെൻ ഐ ഹാവ് നോ അതർ ഓപ്ഷൻ. ഐ റിയലി ലൈക്ക് ദാറ്റ് ഫാക്ട് ദാറ്റ് മാം പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് അങ്ങനെ ഒരു ഡിസിഷൻ ഞാൻ എടുത്തു, ഐ ഹാവ് ടു ടേക്ക് ഇറ്റ്. നോ അതർ ഓപ്ഷൻ. 3 പേര് എനിക്ക് വയ്ക്കാൻ പറ്റില്ല ഒരു കടയിൽ. ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. 3 പേരിൽ ആഡ് കൊടുക്കാൻ പറ്റില്ല. എത്ര ഹോർഡിങ് ഞാൻ കൊടുക്കും? അപ്പം എനിക്കറിയാം അതിന് കുറച്ച് തിരിച്ചടികളൊക്കെ ഉണ്ടാവും. അതൊക്കെ കാലക്രമേണ മാറിക്കോളും. ഡിസൈഡ്. എല്ലാവരുടെയും അഭിപ്രായം കേട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചില ഓക്കെ, ജനറലി ഐ ആസ്ക് മൈ മാനേജേഴ്സ് എന്ത് ചെയ്യണം, അങ്ങനെ അവർ പറയും, സൊല്യൂഷൻസൊക്കെ പറയും, ചെയ്യും. ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ് തുടങ്ങാൻ തന്നെ സൽവാർ കമ്മീസ് ഉള്ളപ്പോൾ ഞാൻ 5 ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട്, തൃശ്ശൂർ, കോട്ടയം, തിരുവനന്തപുരം, കൊച്ചി, അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞിട്ട് അതെനിക്ക് ഐ ഹാഡ് ടു ക്ലോസ് ഇറ്റ്. കാരണം ബി സ്റ്റാറിൻ്റെ മാത്രം ചുരിദാർ വിൽക്കുന്ന ഒരു കടയിലേക്ക് വരാനായിട്ട് കസ്റ്റമേഴ്സിന് അത്ര താല്പര്യമില്ല. കാരണം ഒരേപോലത്തെ സാധനങ്ങളാണ് അവർക്ക്. ബോംബെയിലെ വേണം, ഡൽഹിയിലെയും വേണം, പല സ്ഥലങ്ങളിലെയും പല തരത്തിലുള്ള സാധനങ്ങൾ വേണം. അതെനിക്ക് മുഴുവൻ ഉണ്ടാക്കാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ 5 ഷോപ്പ് ഞാൻ ക്ലോസ് ഡൗൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ് തുടങ്ങാൻ പോണത്. അപ്പോൾ എൻ്റെ മാനേജേഴ്സൊക്കെ പറഞ്ഞു, മാം വേണ്ട, നമ്മൾ 5 ക്ലോസ് ചെയ്തതാണ്, ഇനി നമുക്ക് ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട. അപ്പോൾ ഇപ്പോഴപ്പോഴും എൻ്റെ മനസ്സിൽ എന്തുകൊണ്ട് പറ്റില്ല, വേറെ എത്ര ബ്രാൻഡുകൾക്കുണ്ട് എക്സ്ക്ലൂസീവ്, എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല? ഞാൻ പറഞ്ഞു ഒരെണ്ണം എനിക്ക് തുടങ്ങിയേ പറ്റുള്ളൂ, നിങ്ങൾ പോയി സ്ഥലം അന്വേഷിക്കാൻ പറഞ്ഞു. ഈ മാനേജേഴ്സ് പോയി വന്നിട്ട് പറയും, സ്ഥലമൊന്നും കാണുന്നില്ല മാഡം, ഭയങ്കര റെൻ്റാണ്, 1 ലക്ഷം 2 ലക്ഷം, അത് നമുക്ക് മുതലാവില്ല. അങ്ങനെ അവരെന്നെ ഡിസ്കറേജ് ചെയ്തുകൊണ്ടിരുന്നു. സാധനം ഞാൻ തന്നെ ഇറങ്ങി. ആരോ എന്നോട് പറഞ്ഞു, അന്നത്തെ ഒരു മാനേജർ പറഞ്ഞു, ഇങ്ങനെ സെൻട്രൽ സ്ക്വയറിലൊന്ന് പോയി നോക്കും. ഞാനവിടെ പോയി നോക്കി. അവിടെ ഒരു ഷോപ്പ് കണ്ടു. ചെറിയൊരു ഷോപ്പായിരുന്നു, ഒരു കോഫി ഷോപ്പിന് വേണ്ടി വാങ്ങിച്ചിട്ട് അവരും അങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ചെറിയൊരു 320 സ്ക്വയർ ഫീറ്റിൽ ആദ്യത്തെ വി സ്റ്റാറിൻ്റെ ഔട്ട്ലെറ്റ് തുടങ്ങിയത്. അത് ഭയങ്കര സക്സസ്സായി. അത് തുടങ്ങാൻ കാരണം എന്ന് വെച്ചാൽ, അതല്ലെങ്കിൽ അതിന് മുമ്പ് ഈ വില കുറഞ്ഞ സാധനങ്ങൾ മാത്രമാണ് അധികം ജനറൽ ട്രേഡേഴ്സ് വിൽക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഏറ്റവും വില കുറഞ്ഞതും ഏറ്റവും ഫാസ്റ്റ് മൂവിങ്. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ 100 തരം ബ്രാൻഡ്, ഇവരൊക്കെ എടുക്കുന്നത് 10 തരം 15 തരം, ബാക്കിയുള്ളതൊക്കെ അവിടെ ഇരിക്കുകയാണ്. എൻ്റെ ഡ്രീം പ്രോഡക്ട്സ് ഞാൻ പുറത്തൊക്കെ അബ്രോഡൊക്കെ പോകുമ്പോൾ നല്ല നല്ല സാധനങ്ങൾ കണ്ട് അതൊക്കെ ഞാൻ ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്യും, ഉണ്ടാക്കും. അതൊന്നും ആരും വിൽക്കുന്നില്ല വില കൂടുതലാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ വനിതയിലെ ആഡൊക്കെ കൊടുക്കുമ്പോൾ എല്ലാവരും ഒന്ന് ചോദിച്ചില്ല, ആഡ് കണ്ടു, ഇത് എവിടെ കിട്ടും? എന്നാൽ എനിക്കൊരു ആൻസറില്ല കിട്ടാനായിട്ട്, പറയാനായിട്ട്. കാരണം ആരും സ്റ്റോക്ക് ചെയ്യുന്നില്ല. അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഷോപ്പ് തുടങ്ങിയത്. പക്ഷെ അത് ഭയങ്കര ഒരു ഡിസിഷനായിരുന്നു. ഇപ്പം എനിക്ക് 58 വി സ്റ്റാറിന് 58 ഷോപ്പ് കേരളത്തിൽ മാത്രമാണ്. സോ ഞാനൊരു സ്ഥലത്ത് കേട്ടിട്ടുണ്ട് കേട്ടോ, അതായത് പലപ്പോഴും നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്കില്ലില്ല, അല്ലെങ്കിൽ നമുക്ക് ഇന്ന സ്കില്ലല്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടാവും. എല്ലാവർക്കും ഒരു സ്കില്ലുണ്ട്. എല്ലാവർക്കും ഒരു സ്കില്ലുണ്ട്. മേ ബി എനിക്ക് ഓൾറെഡി ഞാനൊരു സാധനത്ത് സ്കിൽഫുൾ ആയതുകൊണ്ട് ചിലപ്പോൾ ഞാനത് ഓക്കെ ഇതല്ലാന്ന് വിചാരിച്ച് തേടിപ്പോണ്ടാവും. ഓൾറെഡി ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ സക്സസ്ഫുൾ ആയിരിക്കും, സ്കിൽഡ് ആയിരിക്കും. പക്ഷെ നമ്മൾ അത് മൈൻഡ് ചെയ്യാണ്ട് ഓക്കെ അതാണ് വേണ്ടതെന്നിട്ട് ഓടിപ്പോകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. വാട്ട് എവർ ദാറ്റ് സ്കിൽ ദാറ്റ് ഇൻസൈഡ് യു,
അത് ഷാർപ്പൻ ചെയ്ത് അതിലിപ്പം എനിക്ക് സംസാരിക്കാനായിരിക്കും. ഇപ്പം മാമിന് ഇതേപോലെ നല്ല നല്ല ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ ക്വിക്കായിട്ട് ഒരു ഡിസിഷനിലേക്ക് വരുന്നതായിരിക്കാം. അങ്ങനെ ഇപ്പം ഈ റൂമിലിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ സ്കില്ലുണ്ട്. സോ അത് ഷാർപ്പൺ ചെയ്ത് കൊണ്ടുവരുമ്പം അതിൽ നിങ്ങൾ ഏത് ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഏതൊരു പരിപാടിയിലേക്ക് ഇറങ്ങുന്നതാണെങ്കിലും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നോ റൈറ്റ് ഓർ റോങ്. സ്കില്ലെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്താലേ നമുക്ക് അറിയുള്ളൂ സ്കില്ലുണ്ടോ ഇല്ല എന്നുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്കൊരു 40 വയസ്സ് വരെ എനിക്കറിയില്ലായിരുന്നു എനിക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്നു. എനിക്ക് പഠിക്കണം തോന്നി, ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു വലിയ തരക്കേടില്ലാത്തൊരു ആർട്ടിസ്റ്റായിട്ട് മാറി. അത് ഞാൻ ചെയ്തു നോക്കിയതുകൊണ്ടല്ലേ. അപ്പം നമ്മളെല്ലാം ട്രൈ ചെയ്യണം. സ്വിമ്മിങ്, ഇപ്പം നമ്മൾ വെള്ളത്തിലിറങ്ങി നീന്തി നോക്കിയാലല്ലേ നമുക്ക് നീന്തൽ പഠിക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റുള്ളൂ, ഒരു സ്വിമ്മിങ് ചാമ്പ്യൻ ആവുമെന്ന് അറിയാൻ പറ്റുള്ളൂ. സോ യു ഹാവ് ടു ട്രൈ യുവർ ഹാൻഡ്സ് ഓൺ എവറിത്തിങ്. അതിലത്തെ ചിലതിൽ നമുക്ക് സ്കില്ല് കിട്ടും, എല്ലാത്തിലും കിട്ടില്ല. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ പൊതുവേ ഇപ്പോൾ ഒരു മദർഹുഡ് എടുത്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പം നമ്മളൊരു കുട്ടീനെ ഉണ്ടാവുന്നതിന് മുന്നേ ഇപ്പം നമുക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. ആ കുട്ടി ഇങ്ങനെ വേണം, അല്ലെങ്കിൽ ആ കുട്ടി ഡാൻസ് കളിക്കണം, അല്ലെങ്കിൽ പാട്ട് പാടണം, അല്ലെങ്കിൽ സ്പോർട്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. പിന്നെ കുട്ടി വരുന്നു, പിന്നെ കുട്ടീനെ നമ്മൾ അമ്മാതിരി ഒരു കെയറോട് കൂടെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, നമ്മളതിനെ നറിഷ് ചെയ്യുന്നു. പിന്നെ ആ കുട്ടി വലുതാവും തോറും ആ കുട്ടികൾക്ക് തന്നെ ഓരോ ഡിസിഷൻസ് ഉണ്ടാവും, ഓരോ കാര്യങ്ങളുണ്ടാവും. അവസാനം ഈ പറഞ്ഞ അമ്മയും ആ കുട്ടിയും തമ്മിലുള്ള ആ ഒരു എന്താ പറയുക അന്തരം ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ. അതേപോലെ ഇപ്പം വി സ്റ്റാർ എന്ന് പറയുന്നൊരു ബ്രാൻഡിനെ മാം ഒരു മദർഹുഡിലിരുന്ന് ഒന്ന് ജഡ്ജ് ചെയ്യുമ്പം ആ ബ്രാൻഡിന് ഒരു വിഷൻ ഉണ്ടാവുമല്ലോ, മാം തുടങ്ങിയതിൻ്റെ ഒരു ഫോക്കസ് ഉണ്ടാവുമല്ലോ. ആ ബ്രാൻഡ് അവസാനം വലുതായി പിന്നീട് ചില കാര്യങ്ങളിൽ ഇത് മാമിൻ്റെ ഒരു തോട്ടിലല്ല പോകുന്നേ എന്ന് തോന്നിയിട്ടുണ്ടോ? അതുപോലെ തന്നെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് ബാക്ക് ടു ഹോം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? എനിക്ക് സൽവാർ കമ്മീസിൻ്റെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ വളരെ പേസ്റ്റൽ ഷെയ്ഡും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്. റെഡ്, ഓറഞ്ച്, നീല, പച്ച, അങ്ങനത്തെ കളർ എനിക്കിഷ്ടമല്ല, ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഞാൻ ഡ്രസ്സ് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴും ഞാൻ അങ്ങനെയൊക്കെ തന്നെ തുടങ്ങിയത്. പക്ഷേ മാർക്കറ്റിൽ പോയപ്പോൾ ഞാൻ ഗോൾഡ് ത്രെഡ് ഞാൻ വാങ്ങിക്കുന്ന പോലും ഇല്ല. കാരണം എനിക്ക് ഗോൾഡ് ത്രെഡ് ഇഷ്ടമല്ല, ഗോൾഡ് കളർ ഇഷ്ടമല്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഡ്രസ്സുകളൊക്കെ ഉണ്ടാക്കി പിടിച്ച് വന്നപ്പോൾ കടകളിൽ ചിലപ്പോൾ ഓർഡേഴ്സൊന്നുമില്ല. അവർ പറഞ്ഞു പച്ചയില്ലേ, മെജന്തി ഇല്ലേ, പിങ്ക് ഇല്ലേ, ഓറഞ്ച് ഇല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെയുണ്ട് അല്ലേ, ഗോൾഡ് എംബ്രോയിഡറി ഇല്ലേ, അപ്പോൾ അതൊന്നും ഇല്ല എനിക്ക്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഇഷ്ടമല്ല നോക്കേണ്ടത്, കസ്റ്റമറിന് എന്താണോ വേണ്ടത് അതാണ് ഞാൻ കൊടുക്കേണ്ടത്. ഞാനിതേ ഉണ്ടാക്കുകയുള്ളൂ, ഇത് വേണമെങ്കിൽ മേടിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിസ്താരം എന്താകുമായിരുന്നു എന്ന് എനിക്കറിയില്ല. അപ്പോൾ കസ്റ്റമർ കിങ് തന്നെയാണ്. കസ്റ്റമറുടെ ആവശ്യം എന്താണ് അതറിഞ്ഞുണ്ടാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ്. അങ്ങനെ കസ്റ്റമറുടെ അനുസരിച്ച് ഉണ്ടാക്കി തുടങ്ങി കുറേ കഴിഞ്ഞപ്പോൾ എനിക്കൊരു മടുപ്പായി തുടങ്ങി. എനിക്കിഷ്ടമില്ലാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ ഞാനൊരിക്കലും ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. തന്നെയല്ല എനിക്ക് അങ്ങനത്തെ അധികം ഉണ്ടാക്കാൻ അറിയില്ല. എൻ്റെ ഒരു ടേസ്റ്റ് കിടക്കുന്ന ഒരു സ്ഥലത്താണ് കിടക്കുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് വേറെ എന്തൊക്കെയോ സാധനങ്ങളാണ്. അപ്പോൾ എനിക്കത് ഉണ്ടാക്കാനൊരു സന്തോഷം കിട്ടാതെ ചെയ്തു തുടങ്ങി. അങ്ങനത്തെ ഡ്രസ്സുകൾ ആളുകൾ ഇട്ട് കാണുമ്പോഴും എനിക്ക് സന്തോഷമില്ലാണ്ടായി തുടങ്ങി. എന്തോ എനിക്കങ്ങനെ നമ്മുടെ മനസ്സിലുള്ള ഒരു വിഷൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് മാറിപ്പോയി തുടങ്ങി. അങ്ങനെ ദാറ്റ് ഈസ് ഓൾസോ വൺ റീസൺ ഐ ഹാഡ് ടു സ്റ്റോപ്പ് സൽവാർ കമ്മീസ്. കാരണം കടകളിലെ സെയിൽസ്മാനെ പറയാം ഞങ്ങൾക്ക് ഓറഞ്ച് വേണം, പച്ച വേണം. അപ്പോൾ ആസ് എ ബ്രാൻഡ്, ഒരു ബ്രാൻഡിൻ്റെ വിഷൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോകുമ്പോൾ ഓക്കെ, അത് അങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം, അവരത് ഉണ്ടാക്കിക്കോട്ടെ. പക്ഷെ എൻ്റെ വിഷൻ അതല്ല. അതും ഒരു റീസണാണ് സൽവാർ കമ്മീസ് നിർത്താനായിട്ട്. ലൈക്ക് എനിക്ക് തോന്നുന്നു മാം ഒരു 10 വർഷം അഹെഡ് ആയിട്ട് ചിന്തിച്ചു എന്നുള്ളത്. ഇപ്പൊ ആൾക്കാർ ആക്ച്വലി പേസ്റ്റൽ കളേഴ്സ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നില്ലേ? ഇപ്പൊ പേസ്റ്റൽ കളേഴ്സ് അല്ലേ. പക്ഷെ അന്ന് 25 കൊല്ലം മുമ്പ് അത് പറഞ്ഞ ആർക്കും വേണ്ട. ഇപ്പൊ അങ്ങനത്തെ ഡിസൈൻസ് ഈ പറഞ്ഞ പോലെ ഗോൾഡൻ ത്രെഡ് എന്നൊക്കെ പറഞ്ഞു അയ്യോ, ഇപ്പം അതിലേക്ക് വരാൻ ഹെഡായിരുന്നു. അതാണ് ഫാഷന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് ഹെഡാണ്. ആക്ച്വലി ഇപ്പം മാം ഇപ്പം നേരത്തെ സൽവാറിന്റെ ഒരു തോട്ടയെ മാമിന് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞൊരു ഇത് വന്നുവല്ലോ. അതേപോലെ തന്നെ ഇത്രയും വലിയൊരു ബിസിനസ് ബ്രാൻഡ് മാം കെട്ടിപ്പടുക്കുമ്പോൾ എന്തെങ്കിലും മാമിന് ലൈഫിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ?
ഇല്ല, എനിക്കെല്ലാം കിട്ടിയിട്ടേ ഉള്ളൂ കൂടുതൽ. ഞാൻ പണ്ട് വെറും ഒരു അമ്മയായിരുന്നു, ഒരു വീട്ടമ്മയായിരുന്നു. കറി വെച്ച് പിള്ളേരെ നോക്കി ഹസ്ബൻഡിൻ്റെ കംഫർട്ട് നോക്കി സാധനം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. അതിൽ നിന്ന് ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഈ സംസാരിക്കുന്നത് തന്നെ പണ്ട് എനിക്ക് പറ്റില്ലായിരുന്നു. മയക്ക് കണ്ടാൽ എനിക്ക് കൈയും കാലൊക്കെ വിറച്ചു തുടങ്ങും. അപ്പോൾ ഞാൻ പറയും എനിക്ക് പാട്ട് പാടുമ്പോഴും വിറയ്ക്കും. അപ്പോൾ ഞാൻ പറയും എനിക്ക് പാട്ട് എങ്ങനെയെങ്കിലും പാടാം, ഒരക്ഷരം എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് എന്താ അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇങ്ങനെ പല പ്രാവശ്യം ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് മലയാളത്തിൽ സംസാരിക്കാൻ പഠിച്ചു. അപ്പോൾ ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ആളാണ്. അപ്പോൾ എനിക്കത് ഇംഗ്ലീഷ് എനിക്കധികം അറിയാം, കുറച്ചറിയാം. പക്ഷേ ഈ സ്പീക്കിംഗ് ഇംഗ്ലീഷ് എനിക്കധികം അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വരും. ഇംഗ്ലീഷിലൊക്കെ എഴുതി കൊണ്ടുപോയെങ്കിലും മൈക്ക് കാണുന്ന നിമിഷത്തിൽ അതൊക്കെ കയ്യിൽ നിന്ന് പോവും. എന്നിട്ട് ഞാൻ വിചാരിക്കും ഒരു വാക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും മൈക്കിൻ്റെ മുമ്പിൽ. അപ്പോൾ ഞാൻ മലയാളത്തിൽ പറയും. അങ്ങനെ ഞാനൊരു കോളേജിൽ തന്നെ ഗസ്റ്റായിട്ട് പഠിച്ചു. കോളേജിൽ ഗസ്റ്റായിട്ട് പോയിട്ട് അപ്പോഴും ഞാൻ പതിവ് പോലെ ഇംഗ്ലീഷിലൊക്കെ എല്ലാം അതൊക്കെ ബുള്ളറ്റ് പോയിൻറ്റ്സൊക്കെ എഴുതിയിട്ട് കൊണ്ടുപോയി. അവിടെ പോയി അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ പ്രസംഗിച്ചു. പ്രസംഗിച്ചപ്പോൾ അതിൽ ഗ്രാമറും ഇല്ല, ആക്സൻറ്റും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനേക്കാളും അതായിട്ട് എനിക്ക് പ്രസംഗിക്കാമല്ലോ. അന്ന് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷിൽ തകർത്ത് പ്രസംഗിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളുണ്ട്, ചെറിയ കാര്യങ്ങൾ. അത് നമുക്ക് കോൺഫിഡൻസ് തരും. ഞാൻ പറഞ്ഞൊരു കോളേജ് പ്രിൻസിപ്പൾ ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ഭേദമായിട്ട് എനിക്ക് എന്തായാലും പറയാം. അന്ന് എനിക്ക് അതിനുശേഷം നെവർ ലുക്ക് ബാക്ക്. ഇതിങ്ങനെ ലൈഫിൽ ഓരോരോ ചെറിയ പാഠങ്ങളാണ്, ഓരോ സ്പാർക്കുകളാണ്. ഇപ്പം ഇത്രയും ബിസിനസ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ബിസിനസ്സിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പം പൊതുവെ ആൾക്കാർ ചിന്തിക്കും മാം അത്രയ്ക്ക് സിനിമയൊക്കെ കാണാറുണ്ടോ, എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളൊരു പാർട്ട് അല്ലെങ്കിൽ ഒരു ഫൺ, മാമിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഫൺ എന്നുള്ളൊരു പാർട്ട് ഉണ്ടാവുമല്ലോ, അതിനെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന ആളാണ്. ഒരുപാട് സിനിമകൾ കാണാറുണ്ടോ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഞങ്ങൾ എല്ലാ സിനിമകളും കാണുമായിരുന്നു. പിന്നെ ലേറ്റ്ലി എൻ്റെ ഹസ്ബൻഡിന് ഒരു 5-6 കൊല്ലമായിട്ട് സിനിമ കാണാൻ വരില്ല. പിന്നെ 3-4 കൊല്ലമായിട്ട് ടി വിയിലും സിനിമ കാണില്ല. അങ്ങനെ വന്നപ്പോൾ എനിക്കത് വലിയൊരു സങ്കടമാണ്. മറ്റേ ഞങ്ങളെല്ലാ സിനിമയും കാണുന്നത്. എന്തുകൊണ്ടാണ് കാണാത്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്കിഷ്ടമല്ല സിനിമ കാണാനെന്ന് പറയും. അപ്പോൾ ഞാൻ എന്തെങ്കിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ സിനിമകൾ കാണാൻ പോകും. പിന്നെ OTT വന്നതിന് ശേഷം തിയേറ്ററിൽ പോകൽ കുറവാണ്, എന്നാലും ഇടയ്ക്ക് പോകാറുണ്ട്. പക്ഷേ OTTയിൽ സിനിമകൾ കാണും. പിന്നെ ഞാൻ വർഷങ്ങളായിട്ട് ഇതുപോലെ എൻ്റെ മക്കളെ പാട്ട് പഠിപ്പിക്കാനാണ് ഞാൻ മാസ്റ്ററെ വരുത്തിയത്, പെയിൻറ്റിങ് മാസ്റ്ററേയും വരുത്തി. കാരണം നമ്മുടെ ഡ്യൂട്ടി ചെയ്യണമല്ലോ, ഇവർക്ക് ടാലൻ്റ് ഉണ്ടോ ഇല്ല. എൻ്റെ മോൻ പാടും വരയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊന്ന് ഷാർപ്പൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ അവർക്കത് പാട്ട് പഠിക്കാനും അത് ഈ ക്ലാസിക്കൽ മ്യൂസിക്കൊന്നും ആ പ്രായത്തിലൊന്നും, എസ്പെഷ്യലി ബോയ്സ് ഒന്നും അവർ പഠിക്കില്ല എന്ന്. അവസാനം ഞാൻ പഠിച്ചു തുടങ്ങി. അങ്ങനെ പെയിൻറ്റിങ്ങും അത് അവൻ പഠിക്കില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പെയിൻറ്റിങ് പഠിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ കോളേജിൽ ഹോക്കി പ്ലെയർ ആയിരുന്നു, യൂണിവേഴ്സിറ്റി ഹോക്കി പ്ലെയർ ആയിരുന്നു. അപ്പോൾ അന്നേ തൊട്ട് ഞാൻ ഐ വർക്കൗട്ട് എവറി ഡേ. സോ ഓൾ ദാറ്റ് ഹാസ് ഹെൽപ്പ് മീ വാട്ട് ഐ ആം ടുഡേ. അതായത് ഒരു തോൽക്കാൻ പഠിക്കണം. സൽവാർ കമ്മീസ് ഞാൻ നിർത്തി, അതെൻ്റെ തോൽവി തന്നെയല്ലേ. അതുപോലെ ഒരുപാട് തോൽവികൾ എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്, ബിസിനസ്സിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ തോറ്റു എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഇരിക്കാതെ എഴുന്നേറ്റ് വീണ്ടും ഓടുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതൊക്കെ എനിക്ക് എൻ്റെ സ്പോർട്സ് ലൈഫിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. എൻ്റെ ഒരു ആക്റ്റീവ് ലൈഫ് എനിക്ക് എൻ്റെ സ്പോർട്സിൽ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾ 1 മണിക്കൂറെങ്കിലും നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി ചിലവഴിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റാമിന കിട്ടാനും. ഇപ്പോൾ എനിക്ക് 72 വയസ്സാവും ഈ ഫെബ്രുവരിയിൽ. പക്ഷേ എനിക്കൊരു രാവിലെ ഒരു 5:30 എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി 11-12 വരെ എനിക്ക് കിടക്കുകയൊന്നും വേണ്ട. ഐ ക്യാൻ ബി ആക്റ്റീവ്. അപ്പോൾ അതൊക്കെ എനിക്ക് എൻ്റെ വർക്കൗട്ടിൽ നിന്ന് കിട്ടുന്ന സ്റ്റാമിനയാണ്. പിന്നെ ഭക്ഷണ കാര്യങ്ങളാണെങ്കിലും ഞങ്ങൾ വളരെ മിനിമം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് രാവിലെ ഫ്രൂട്ട്സാണ്. ഇഡ്ഡലി, ദോശ, അപ്പം, ചിക്കൻ കറി അതൊന്നും ഞങ്ങളുടെ വീട്ടിൽ ചെയ്തിട്ടേ ഇല്ല. 10-30 കൊല്ലമായിട്ടില്ലേ പരിപാടി. ഇഡ്ഡലി ദോശയൊക്കെ വല്ലപ്പോഴും ഇഡ്ഡലി കഴിക്കണമെങ്കിൽ വൃന്ദാവനിൽ നിന്ന് 2 ഇഡ്ഡലി വാങ്ങിക്കും, 3-4 ഇഡ്ഡലി വാങ്ങിക്കും, 2 ഞാനും കഴിക്കും, 2 അത്രയേ ഉള്ളൂ ഇഡ്ഡലിയുടെ കാര്യം. ഗസ്റ്റ് വരുമ്പോൾ മേടിച്ചിട്ട് കഴിക്കും. അതല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഫ്രൂട്ട്സും റാഗി പോറിഡ്ജ്, ആൽമണ്ട്, ഇത് മാത്രമുള്ള ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. സോ മാം ഇതിൻ്റെ ഇടയിൽ സ്കില്ലിൽ ഡെവലപ്പ് ചെയ്തൊരു കാര്യം പാട്ടാന്ന് പറഞ്ഞു. അപ്പോൾ 2 പേര് പാടാൻ പറ്റുമോ? പാടാം. വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ
ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, ഇനി നേരമെന്തിനോ തേങ്ങി നിലാവിൽ, വിരഹമെന്നാലും മയങ്ങി. പുലരിതൻ ചുംബന കുങ്കുമമല്ലേ ഋതുനന്ദിനിയാക്കി അവളെ പനിനീർമലരാക്കി. വാവ്. സ്വരത്തിന്റെ സ്ട്രെങ്ത് എനിക്കറിയില്ല എങ്ങനെയാ ഇതിൽ കേൾക്കാന്നൊക്കെ. അയ്യോ, ഇറ്റ്സ് വെരി നൈസ്, വെരി നൈസ് കേട്ടിട്ട്. അപ്പൊ ഇന്നലെയും കൂടെ മ്യൂസിക് ക്ലാസ് ഉണ്ടായിരുന്നു. ഇത് നമുക്ക് ഇതാണ് ചോദ്യം, ഇതൊക്കെ ആക്കിയത് ആര്? അതാണ് നമ്മള് പാട്ട് പഠിക്കുന്നുണ്ട്, എന്നാൽ അത് പ്രാക്ടീസ് ചെയ്യും രാവിലെ. അങ്ങനെ 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 സ്വിമ്മിങ് പഠിച്ചു, ഡ്രൈവിങ് പഠിച്ചു, അങ്ങനെ അങ്ങനെ എല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച്. പിന്നെ അന്ന് തന്നെ കാർ ഓടിച്ചിട്ടാണ് വന്നേ. വാവ്. ഇപ്പം ഇത് കാണുന്ന ഒരുപാട്, ഇത് നമ്മൾ എപ്പിസോഡിൻ്റെ എൻഡിലേക്ക് വരുമ്പം ഇത് കാണുന്ന ഒരുപാട് പെൺകുട്ടികൾ ഇപ്പം ബിസിനസ്, ഓൺലൈൻ ബിസിനസ് ഇപ്പം ഭയങ്കരമായിട്ടുണ്ട്. ജ്വല്ലറി ആയിക്കോട്ടെ, ക്ലോത്തിങ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഓൺലൈനിൽ ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ ഈ ബിസിനസ് ഓൺട്രപ്രണർഷിപ്പ് എന്നൊക്കെ പറയുന്നത്. അവരൊരു ഓൺട്രപ്രണർഷിപ്പ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതൊരു ബ്രാൻഡായിട്ട് മാറാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളുണ്ടാവും. സോ അവരോട് ഈ ഒരു മൈക്ക് ഇതൊരു ഫോൺ കോൾ ആയിട്ട് വിചാരിച്ച് അവരോട് മാമിന് എന്താണ് പറയാനുള്ളത്? എനി ബിസിനസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് തന്നെയാണ്. ലെറ്റ് ഇറ്റ് ബി എ ഹോട്ടൽ, ലെറ്റ് ഇറ്റ് ബി ജ്വല്ലറി, ലെറ്റ് ഇറ്റ് ബി എ ഡ്രസ്, അല്ലെങ്കിൽ ഫുഡ്, എല്ലാം ബ്രാൻഡാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ അവിടെ പ്രൈമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇഫ് ഇറ്റ് സർവീസ് ആണെങ്കിൽ സർവീസ്, പ്രോഡക്റ്റ് ആണെങ്കിൽ പ്രോഡക്റ്റ്. അപ്പോൾ ഇപ്പോൾ ഒരു പിക്കിളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബ്രെഡാണ്, അല്ലെങ്കിൽ ഒരു കേക്കാണ്, ആ പ്രോഡക്റ്റാണ് ഇമ്പോർട്ടൻറ്റ്. മറ്റുള്ള എല്ലാവരേക്കാളും നല്ലൊരു കേക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആ കേക്ക് സക്സസ്ഫുള്ളാവും. അതൊരു 100 പേരെ കൊണ്ട് കഴിപ്പിക്കുകയാണെങ്കിൽ സക്സസ്ഫുള്ളാവും. പിന്നെ അതിൻ്റെ പ്രസൻറ്റേഷൻ, അതിൻ്റെ പെട്ടി, അതിൻ്റെ പാക്കിങ്, അതിൻ്റെ കളറ്, പിന്നെ അതിൻ്റെ അത് എന്തൊക്കെയാണ് ആ കേക്കിൻ്റെ പ്രത്യേകതകളെന്ന് നമ്മൾ കസ്റ്റമറെ അറിയിക്കുക. അതും ഇമ്പോർട്ടൻ്റാണ്. കമ്മ്യൂണിക്കേഷൻ. നമ്മൾ നല്ല സാധനം ഉണ്ടാക്കിയത് അത് ആർക്കും അറിയില്ല, ഇല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ചത്തുപോകും. ഇതൊരു 100 പേരിലേക്ക് നമ്മൾ എത്തിക്കണം. ഇതാണ് എൻ്റെ പ്രോഡക്റ്റ്. പിന്നെ നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഏറ്റവും വലിയ ബ്രാൻഡ് അംബാസഡർ. പലരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർക്ക് അവരുടെ ബിസിനസ് പറയാനായിട്ടൊരു നാണം, ഒരു ചമ്മലും. അതായത് ചെറിയ ബിസിനസ്സാണ്, ഞാൻ ഇങ്ങനെ പറയാം, ചെറുതായാലും അത് നിങ്ങളുടെ കുട്ടിയല്ലേ, ധൈര്യമായിട്ട് പ്രൗഡായിട്ട് പറയണം, ദിസ് ഈസ് മൈ പ്രോഡക്റ്റ് എന്ന് പറയണം. അതിലൊരു നാണം വിചാരിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങൾ ഉപയോഗിച്ചിട്ട് ആളുകൾ അത് കാണണം. നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡർ അല്ലേ. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റാണ്. അവിടെ നിന്നാണ് ഒരു ബ്രാൻഡിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ. പിന്നെ നിങ്ങളത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, എങ്ങനെ നിങ്ങളത് മാർക്കറ്റിൽ അവതരിപ്പിക്കുന്നു, ഏതാണ് നിങ്ങളുടെ ടാർഗറ്റ് ഒരു കസ്റ്റമർ, അത് മനസ്സിലാക്കണം. ഓക്കെ, നിങ്ങൾ ഒരുപാട് വില കൂട്ടിയിട്ട് ചിലപ്പോൾ ഒരു പ്രോഡക്റ്റ് തുടങ്ങും, പക്ഷേ അതിൻ്റെ പ്രസൻറ്റേഷനും അത് ആ ടാർഗറ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതും ഒരു വലിയ ചാലഞ്ചാണ്. അപ്പോൾ ഇതെല്ലാം നല്ലൊരു മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ട് തന്നെയാണ് നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കേണ്ടത്. ഞാനത് ചെയ്തിട്ടില്ല, അതിൻ്റെ കഷ്ടം ഞാൻ ചിലപ്പോൾ അനുഭവിക്കുന്നുമുണ്ട്. അപ്പോൾ അന്ന് ഞാൻ നല്ലൊരു അത്ര ഒരു വിഷനോടുകൂടി ഞാൻ തുടങ്ങിയ ആളല്ല. അപ്പോൾ ഇനിയുള്ള കുട്ടികൾക്കൊക്കെ പക്ഷെ അത് അറിയാം, ഒരു എഡ്യൂക്കേറ്റഡാണ്. എനിക്കൊരു MBA അല്ലെങ്കിൽ അങ്ങനെ ഒരു മാർക്കറ്റിംഗ് അങ്ങനെ ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒന്നുമില്ല, എനിക്ക് ഡിപ്ലോമ അങ്ങനെ ഒന്നും എനിക്കില്ല. വാട്ട് എവർ നോളജ് ഐ ഹാവ് ഇറ്റ്സ് ഓൺലി ഫ്രം മൈ പ്രാക്ടിക്കൽ ലൈഫ്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല, ലോട്ട്സ് ഓഫ് അവന്യൂസ് അവർക്ക് പഠിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ദ മാർക്കറ്റ് ഈസ് ഓപ്പൺ ടു ദ വേൾഡ്, ദ ഹോൾ വേൾഡ്. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് വന്നതോടുകൂടിയിട്ട് അത്രയും ഒരു പോസിബിലിറ്റിയാണ് ഉള്ളത്. അതുകൊണ്ട് തിങ്സ് ആർ ഈസിയർ. അറ്റ് ദ സെയിം ടൈം ഹൈ കോമ്പറ്റീഷനാണ്. ടു മെനി പീപ്പിൾ ആർ ദെയർ ഇൻ ഓൾ, സോ മെനി പ്ലെയേഴ്സ് ആർ ദെയർ ഇൻ എനി പ്രോഡക്റ്റ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കണം. എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി നിങ്ങളുടെ പ്രോഡക്റ്റിന് വേണം. അങ്ങനെയാണല്ലോ യൂബർ ടാക്സിയും സ്വിഗ്ഗിയും ഒക്കെ വന്നത്. നീഡ് ഓഫ് ദ അവർ. ഇപ്പോഴത്തെ ജനങ്ങൾക്ക് എന്താണ് ആവശ്യം അത് കണ്ടറിഞ്ഞിട്ട് അതിനുള്ള പ്രോഡക്റ്റ് ഇറക്കുക. അപ്പോൾ തീർച്ചയായിട്ടും വിജയിക്കും. അതല്ല ഒരു 100 പ്രോഡക്റ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ നിങ്ങളും കൂടെ ഒരു പ്രോഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. യു ഹാവ് ടു കമ്പീറ്റ് വിത്ത് 100 അതർ പ്രോഡക്ട്സ്. അപ്പോൾ അതാണ് പറഞ്ഞത്, എന്താണ് ആളുകൾക്ക് ആവശ്യം, ഇപ്പോൾ ഇല്ലാത്തത് എന്താണോ അത് കണ്ടുപിടിച്ച്, അങ്ങനെയാണല്ലോ സ്റ്റാർട്ടപ്പുകളൊക്കെ സക്സസ്ഫുൾ ആവുന്നത്.
പിന്നെ ഒരു സക്സസ്ഫുൾ ആവുക എന്ന് വെച്ചാൽ ഇപ്പോൾ 100 പേര് തുടങ്ങിയാൽ 95 പേരും സക്സസ്ഫുൾ ആവുന്നില്ല എന്നാണ് കണക്ക് പറയുന്നത്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. നിങ്ങൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തില്ല. ചിലർ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കാറായി വീടായി ഇനി ഞാൻ ഇങ്ങനെ ചില്ല് ചെയ്തിട്ട് നടക്കാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് വാക്കിംഗ് ഓൺ എ ട്രെഡ്മിൽ. യു ഹാവ് ടു വാക്ക് വിത്ത് ദ എന്താ പറയുക, അലൈൻ വിത്ത് ദ സ്പീഡ് ഓഫ് ദ ട്രെഡ്മിൽ. അത് നമ്മൾ സ്പീഡ് കുറച്ചാൽ എന്താവും, വിൽ ബി ത്രോൺ ഔട്ട്. സ്പീഡ് കൂട്ടിയാലും എന്താവും, അതും പറ്റില്ല. അപ്പോൾ വി ഹാവ് ടു കീപ്പ് ആ പേസ് നോക്കിയിട്ട് നടന്നില്ലെങ്കിൽ നമ്മൾ വീഴും. ഇത് തന്നെയാണ് ബിസിനസ്സിലും. എനിക്ക് പൈസയായി വീടായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ഞാൻ അങ്ങനെ എത്രയോ ബിസിനസ്സുകൾ പൊളിഞ്ഞിട്ടുണ്ട്. എന്ത് പറ്റും, വേറൊരു 10 പേര് തുടങ്ങും. അവർ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരിക്കും. അവർ വളർന്ന് നമ്മളെ തിന്നും. വലിയ മീൻ ചെറിയ മീനെ തിന്നും നമ്മൾ വളർന്നില്ലെങ്കിൽ. അപ്പോൾ അത് വളരെ നമുക്ക് എപ്പോഴും അതിൻ്റെ ഒരു ഫാറ്റീഗ് പാടില്ല. ഇനി മതി, ഇനി ഞാൻ ഒന്ന് റിലാക്സ് ചെയ്യാം, അങ്ങനെ പറ്റില്ല. ബിസിനസ്സിൽ നമ്മളെപ്പോഴും ഓൺ ദ ഗോ ആയിരിക്കണം. അതാണ് സക്സസ്ഫുൾ ആവണം. പ്രോഡക്റ്റിനെ കുറിച്ച് നോളജ് വേണം, ഫിനാൻസ് സ്ട്രോങ് ആയിരിക്കണം. ഒരുപാട് പൈസ വേണമെന്നല്ല, പിന്നെ ഏറ്റവും ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് കൊണ്ട് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അത്രയും വലിയ ഫോളായിരിക്കും. ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ഫോൾ വിൽ ബി സ്മോൾ അല്ലേ, അല്ലെങ്കിൽ ഭയങ്കര ഹൈറ്റിൽ നിന്നായിരിക്കും ഫോൾ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഒരു മന്ത്ര. പിന്നെ യു ഷുഡ് ബി ഹാർഡ് വർക്കിംഗ്, ഷുഡ് ബി കറേജിയസ്. ധൈര്യമില്ലാതെ പറ്റില്ല ബിസിനസ്സിൽ. ഒന്നും വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും കരഞ്ഞ് കവന്നടിച്ച് വീഴുന്ന ആളാണെങ്കിൽ ബിസിനസ്സിലേക്ക് വരാതിരിക്കുക നല്ലത്. കാരണം എന്നും പുതിയ പുതിയ പ്രോബ്ലംസ് ആയിരിക്കും, എന്നും പുതിയ പുതിയ ചാലഞ്ചസ് ആയിരിക്കും. നമ്മളത് നേരിട്ടേ പറ്റുള്ളൂ, അതിന് സൊല്യൂഷൻ കണ്ടേ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ കുറച്ചൊരു കോമൺ സെൻസും കുറച്ച് ബുദ്ധിയും കുറച്ച് കഴിവും ഇതൊക്കെ വേണം ബിസിനസ്സിന്. അതല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ട്രാൻസ്പാരൻസി വേണം, ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം, നമ്മുടെ സ്റ്റാഫിനെ നമ്മുടെ കൂടെ നിർത്താനുള്ളൊരു കഴിവ് വേണം, ഒരു എമ്പതി വേണം. ഭയങ്കര ക്രൂവലായിട്ട് എല്ലാവരെയും ചീത്ത പറഞ്ഞ് ചാടിപ്പിച്ച് അങ്ങനെയൊന്നും ആളുകളെ കൂടെ നിർത്താൻ ആ കാലമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ഫാക്ടേഴ്സ് ഒരുമിച്ച് കൂടുമ്പോഴാണ് നല്ലൊരു ബിസിനസ് മാൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ബിസിനസ് വുമൺ ഉണ്ടാകുന്നത്. അത് ഇമ്പോർട്ടൻ്റാണ്. കസ്റ്റമറുടെ മനസ്സറിയണം, എന്താണ് കസ്റ്റമർക്ക് ആവശ്യം, അത് കൊടുക്കണം. സോ ഞാൻ എൻ്റെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമുക്ക് അത്രയും ഇൻസ്പയറിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ നമ്മുടെ അടുത്തിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സമയം വേസ്റ്റ് ചെയ്യാൻ തോന്നില്ല. മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കോൺവെർസേഷൻ നന്നായി ക്രിയേറ്റീവായിട്ട് നമുക്കും നമ്മുടെ ഓഡിയൻസിനും ഹെൽപ്ഫുൾ ആവാനാണ് ഞാൻ നോക്കിയത്. ആൻഡ് ഐ എം ഡാം ഷുവർ ഈ ഒരു എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡായിരുന്നു. ആൻഡ് നമുക്കിപ്പോൾ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറോ മാമിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് മാക്സിമം ഐ ഗെസ് നമ്മുടെ ഒരുപാട് പ്രേക്ഷകർക്കുള്ള ഡൗട്ട്സ്, അല്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യണം, എങ്ങനെ ആയിരുന്നു ഇത് എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. ആൻഡ് മാം, യു ആർ സോ മച്ച് ഇൻസ്പിറേഷണൽ. ബിസിനസ് എന്നുള്ളതിനുപരി ആസ് എ പേഴ്സൺ you are so humble, so down to earth, like, and also very active, still young, and ആ ഒരു എന്താ പറയുക, ഉള്ളിലുള്ള ആ ഒരു യങ് കിഡാണ് ഇപ്പോഴും വാണ്ടിങ് സംതിങ് ലൈക്ക് ഓക്കെ ഐ വോണ്ട് ടു ഗോ ദെയർ, ഐ വോണ്ട് ടു ബി ദെയർ. ആ ഒരു ഫീൽ അത് ഒബ്വിയസ്ലി ആ ഒരു ഓറ നമുക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ബിസിനസ് ആൾക്കാരുടെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പം ഓരോ മിനിറ്റിനും ഇത്ര അധികം ലക്ഷങ്ങളാണ് ഞങ്ങൾക്ക് വില മതിപ്പുള്ളത് എന്ന് പറയുന്ന പോലെ ഇപ്പം മാം ഇവിടെ ഇരുന്ന് 1.5 മണിക്കൂറും അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് മാം ഞങ്ങൾക്ക് തന്നത്. ആ ടൈം ഇസ് വെരി എക്സ്പെൻസീവ്. സോ താങ്ക് യു സോ മച്ച് മാം, നമുക്ക് ഈ ഒരു സമയം പ്രഷ്യസ് ടൈം തന്നതിലും നമ്മുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തതിലും താങ്ക് യു സോ മച്ച്. സോ യാ, ദാറ്റ്സ് ഇറ്റ്, ലെറ്റ്സ് ഡ്രിങ്ക് ഇറ്റ്.